ഭൂയിഷ്ഠാന്തേ നമ ഉക്തിം വിധേമ. എല്ലാവർക്കും നമസ്കാരം. ആചാര്യന് പ്രണാമം. സനാതനധർമ്മ പരിചയത്തിൻ്റെ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ ഇന്ന് കടക്കുകയാണ്. വേദാംഗങ്ങൾ ഇന്ന് ആരംഭിക്കുന്നു. എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം സാർ. ഓം സഹനാവവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവധീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. സമാദരണീയരായ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. കഴിഞ്ഞ 4 ക്ലാസ്സുകളിലായി 4 വേദങ്ങളിലെ ഒരു സാമാന്യ സ്വരൂപത്തെ ചുരുക്കി അവതരിപ്പിച്ചു കഴിഞ്ഞു. ഇനിയുമുള്ളത് വേദാംഗങ്ങളെ കുറിച്ചാണ്. ഇന്നു മുതൽ അതിൻ്റെ ക്ലാസ്സുകളാണ് ആരംഭിക്കുന്നത്. ഇന്ന് ഭാരതമെമ്പാടുമല്ല ലോകമെമ്പാടും അധ്യാത്മവിദ്യ പ്രചരിപ്പിച്ച ഒരു ധന്യാത്മാവായ ഋഷീശ്വരൻ്റെ, സ്വാമി വിവേകാനന്ദൻ്റെ സമാധി ദിനം എന്നൊരു മാഹാത്മ്യം കൂടി ഇന്നത്തെ ദിവസത്തിനുണ്ട്. ആ ഗുരുചരണങ്ങളിൽ നമസ്കാരപൂർവ്വം നമുക്കിന്ന് ആരംഭിക്കാം. ആദ്യമായി എല്ലാ പ്രാവശ്യത്തെയും പോലെ കഴിഞ്ഞ ദിവസങ്ങളിലെ കുറച്ച് ചോദ്യങ്ങൾ ഒന്ന് ചിന്തിക്കാനുണ്ട്. അത്യാവശ്യം അതിൻ്റെ മറുപടി കൂടി ഒന്ന് ആലോചിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഒന്ന്, ജംഘയോർജവ എന്നുള്ളതിൻ്റെ അർത്ഥം ഒന്നുകൂടി പറയണം എന്നാണ് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണത്. അപ്പോൾ ഞാൻ ഇവിടെ ക്ലാസ്സിൽ അവതരിപ്പിക്കുന്നത് ശ്ലോകങ്ങളോ മന്ത്രങ്ങളോ വാക്കുകളുടെ അർത്ഥമോ കിട്ടാതെ വരുന്നവർക്ക് പിറ്റേ ദിവസം അത് യൂട്യൂബിലുണ്ടാകും. അപ്പം ഒന്നുകൂടി ശ്രമിച്ച് വീണ്ടും കേട്ടിട്ട് അർത്ഥം കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരിക്കും ഒന്നുകൂടി എളുപ്പം. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് വീണ്ടും ആവർത്തിക്കുമ്പോൾ ആവർത്തനത്തിൻ്റെതായ ഒരു ദോഷം ഉണ്ടാകും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെയുള്ള ചോദ്യങ്ങൾ ചോദിക്കാതെ പിറ്റേ ദിവസം ക്ലാസ്സിൽ കേട്ടിട്ട്, അല്ലെങ്കിൽ വോയിസ് മെസ്സേജ് വരും, അതിൽ തന്നെ സ്റ്റോപ്പ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ കേട്ടിട്ട് അല്ലാത്ത സംശയങ്ങൾ മാത്രം ചോദിക്കാനും നമുക്ക് എളുപ്പമുണ്ടാവും. ജംഘ എന്ന് വെച്ചാൽ കണങ്കാലാണ്. ജംഘയോഹു 2 കണങ്കാലുകൾക്ക് ജവം എന്ന് വെച്ചാൽ സ്പീഡ്, വേഗതയെന്നാണ്. എൻ്റെ 2 കണങ്കാലുകൾക്ക് വേഗതയുണ്ടാക്കട്ടെ, അതായത് എൻ്റെ നടത്തത്തിന്, ഈ ജീവിതയാത്രയ്ക്ക് ഒരു തടസ്സമുണ്ടാക്കാത്ത മട്ടിൽ എൻ്റെ കണങ്കാലുകളെ ആക്കി തീർക്കൂ എന്ന് പ്രാർത്ഥനയാണ്. പിന്നെ 4 വേദമന്ത്രങ്ങൾ PDF ഇടണം എന്ന് പറഞ്ഞിരുന്നു, അത് ഇട്ടിട്ടുണ്ട്. 4 വേദങ്ങളിലെയും ബ്രാഹ്മണങ്ങൾ, ആരണ്യങ്ങൾ, ഉപനിഷത്തുകൾ അവയെല്ലാം ഇട്ടിട്ടുണ്ട്. വേദശാഖകൾ, അവയുടെ ഓരോ ഇവകളുടെയും മന്ത്രങ്ങൾ വേണം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. 4 വേദങ്ങളിലെയും അതെല്ലാം PDF ഇട്ടിട്ടുണ്ട്. എല്ലാവർക്കും നോക്കി കാണാവുന്നേ ഉള്ളൂ. അഥർവം എന്ന വാക്കിൻ്റെ അർത്ഥം ആണ് ചോദിച്ചത്. അത് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്. അതൊന്നുകൂടി വീണ്ടും കേട്ടാൽ നിങ്ങൾക്ക് ചലനം ഇല്ലാത്ത നിശ്ചലമായ ഒരവസ്ഥയാണ്. ധർവം ഇല്ലാത്തതാണ് അഥർവം എന്ന് ഞാൻ പറഞ്ഞിരുന്ന വാക്കിൻ്റെ അർത്ഥം. ദർഭം മുറിക്കുന്ന ആ അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. മന്ത്രം നോക്കി എഴുതിക്കാൻ പുറകെ ഇതിലേക്ക് ഇട്ടോളാം. വേദാന്തം എന്ന വാക്കിൻ്റെ അർത്ഥം വേദത്തിൻ്റെ അന്തം ആണോ എന്നാ ചോദിച്ചത്. അതെ, വേദത്തിൻ്റെ അന്തിമമായ വ്യാഖ്യാനം എന്നാ പറയണ്ടേ. അന്തം എന്നുള്ളതിന് അന്തിമമായ വ്യാഖ്യാനം എന്നാണ് അർത്ഥം. പിന്നെ ഒന്ന്, ജീവിത ദൈർഘ്യ പ്രാർത്ഥന ഒന്നുകൂടി പറയുവാനാണ്. അതും ഇതിനകത്തിട്ടുണ്ട്. നിങ്ങൾക്കായി തന്നെ നമുക്ക് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. തൃഷപ്ത എന്നുള്ളത് അർത്ഥം എഴുതാൻ പറ്റിയില്ല എന്നാണ് പറഞ്ഞത്. അതും ഇതിൻ്റെ അകത്ത് അർത്ഥം ഞാൻ പറഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒന്നുകൂടി കേട്ടു നോക്കിയാൽ വാക്കുകളുടെ അർത്ഥം ഞാൻ സ്പഷ്ടമാക്കി പറഞ്ഞിട്ടുണ്ട്. അത് എഴുതിയെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ സാമത്തിൽ എത്ര മന്ത്രങ്ങളുണ്ട് എന്നുള്ളത് ഇന്നിവിടെ കാണിച്ചിട്ടുണ്ട്. ഏകം സത് വിപ്ര ബഹുധാവദന്തി എന്നുള്ളത് അഥർവവേദത്തിലാണ് എന്ന് ഞാൻ വേദത്തിൻ്റെ അന്തിമ സമയത്ത് പറഞ്ഞിരുന്നു. ഒന്നുകൂടി കേട്ടാൽ അത് വീണ്ടും മനസ്സിലാവും. ജ്ഞാനവിജ്ഞാനങ്ങൾ ഒന്നുകൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടു. 2 പ്രാവശ്യം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. അത് വീണ്ടും കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുക. പിന്നെ 4 വേദങ്ങൾക്കും വേദം
4 വർണ്ണങ്ങൾക്കും വേദം പഠിക്കാമെന്നുള്ളതിന് എന്താണ് ഒരു മന്ത്രം എന്ന് ചോദിച്ചു. അതും പറഞ്ഞിട്ടുണ്ട്. ഇമം വാചം കല്യാണി മാവദന്തി എന്ന് സാമവേദത്തിന്റെ ക്ലാസിന്റെ ആരംഭത്തില് അത് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. അത് സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. അത് തന്നെ എഴുതിയെടുക്കാം. അതിൻ്റെ അർത്ഥവും വ്യാഖ്യാനവും അവിടെ പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർ ആ ക്ലാസ് ഒന്നുകൂടി കേട്ടു നോക്കിയാൽ വളരെ എളുപ്പം മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ചോദ്യം, ഭൂതപ്രേത പിശാചുക്കൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നാണ്. ഭൂതങ്ങള്, പ്രേതങ്ങള്, പിശാചുക്കൾ, അതിലെ ഭൂതം എന്ന് പറയുമ്പോൾ നമ്മൾക്ക് കാണാനാവാത്ത അദൃശ്യമായ ദുഷ്ടശക്തികളെയാണ് പ്രപഞ്ചത്തിലെ. രോഗാണുക്കൾ വരെ അതിൻ്റെ അകത്താവാം. അങ്ങനെയുള്ളവരെയാണ് ഭൂതം എന്ന് വിളിക്കുന്നത്. പ്രേതം എന്ന് വെച്ചാൽ ഈ ജഡശരീരത്തിന് വേർപെട്ടു പോയ ജീവന്റെ അവസ്ഥയാണ്. പ്രാണൻ പോയി എന്നാണ് പറയുന്നത്. ആ പോയ പ്രാണനെയാണ് പ്രേതം. പ്രകർഷേണ ഇതഹ എന്നാണ് പ്രേതം എന്നതിന്റെ അർത്ഥം. എന്താ പ്രകർഷേണ എന്ന് വെച്ചാൽ ഇതിൽ നിന്നും വളരെ പ്രസിദ്ധമായി ഇതഹ പോയത് എന്നാണ്. അങ്ങനെ ഈ ജഡശരീരത്തിൽ നിന്നും വിട്ടുപോയ ജീവന്റെ പേരാണ് പ്രേതം എന്നുള്ളത്. ജഡശരീരത്തിന്റെ പേരല്ല അത്, അതിന് വിട്ടുപോയതിന്റെ പേരാണ്. അങ്ങനെ വിട്ടുപോകുന്ന പ്രേതങ്ങൾക്ക് യഥായോഗ്യം ഇവിടെ ജീവിച്ചിരിക്കുന്നവർ അവർക്ക് വേണ്ട മരണാനന്തര കർമ്മങ്ങൾ ചെയ്യാതെ വന്നാൽ അവർക്ക് മാറിപ്പോകുന്ന ഒരവസ്ഥയുണ്ട്. ഈ അവസ്ഥയ്ക്ക് പിശാചുക്കൾ എന്നാണ് പറയുക. അതേസമയത്ത് വിധിപൂർവം ഗതി കിട്ടി അവർക്ക് പോകേണ്ട ആദ്യത്തെ ലോകത്തിൽ കൂടിയോ ചാന്ദ്രലോകത്തിൽ കൂടിയോ ഒക്കെ പോവുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അല്ലാതെ നിൽക്കുന്നവരെയാണ് പിശാചുക്കൾ എന്ന് വിളിക്കുന്നത്. ഇതൊക്കെ ഇനിയും വരുന്ന കുറെ ക്ലാസ്സുകളിൽ വിസ്തരിച്ച് പറയുന്നുണ്ടാകും. അന്ന് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒന്നുകൂടെ ശ്രമിക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയും ഉത്തരങ്ങൾ എഴുതുകയും അറിയിക്കുകയും എല്ലാത്തിലും ഇതിൽ നന്നായി വേദങ്ങൾ അറിയാൻ ശ്രമിക്കുകയും അതിനെ ഭാഗഭാക്കാക്കുകയും ചെയ്ത എല്ലാ സജ്ജനങ്ങൾക്കും ഞാൻ വളരെയധികം നന്ദി അറിയിക്കുകയാണ്. കാരണം വേദത്തെക്കുറിച്ച് അറിയാനും പഠിക്കാനുമുള്ള ജിജ്ഞാസ നിങ്ങളിൽ ഉണ്ടായി എന്നുള്ളത് എനിക്ക് വളരെയധികം അഭിമാനവും സന്തോഷവും ഉണ്ടാക്കുന്നതാണ്. എല്ലാവർക്കും വളരെയധികം നന്ദി. ഇങ്ങനെയുള്ള നല്ല ചോദ്യങ്ങൾ ധാരാളം നിങ്ങളിൽ നിന്നും ഉണ്ടാവണം. ചോദ്യങ്ങൾ ചോദിക്കണം. അപ്പോൾ മാത്രമേ എനിക്ക് മറുപടി പറയാൻ ആവുകയുള്ളൂ. അല്ലെങ്കിൽ ഞാൻ എനിക്ക് അറിയാവുന്നത് മാത്രം പറഞ്ഞു പോകും എന്ന് മാത്രമേ ഉള്ളൂ. അതുകൂടാതെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദ്യമായി ചോദിക്കുമ്പോൾ ആ ചോദ്യം വളരെ നല്ല ചോദ്യങ്ങളാണ്. വീണ്ടും വീണ്ടും ഇങ്ങനെ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇന്ന് വേദാംഗങ്ങൾ എന്നാണ് ഇന്നത്തെ ക്ലാസ്സിന്റെ വിഷയം. വേദം കഴിഞ്ഞാൽ പിന്നീടുള്ളത് വേദാംഗങ്ങളാണ്. അംഗം എന്ന വാക്കിന്റെ അർത്ഥം അവയവം എന്നാണ്. വേദത്തിന്റെ അവയവങ്ങളെ കൂടി മനസ്സിലാക്കണം, എന്നാലേ വേദം ശരിക്കറിയാൻ പറ്റൂ എന്നാണ്. ഒരു മനുഷ്യനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യന്റെ അവയവങ്ങളോട് കൂടിയാണ് അയാളെ മനസ്സിലാക്കുന്നത്. മുഖം, കയ്യ്, കാല്, ഉടല് എന്നിങ്ങനെ അവയവങ്ങളോട് കൂടി തന്നെയാണ് അയാളെ മനസ്സിലാക്കുക. ഇതേപോലെ വേദത്തിന്റെ അവയവങ്ങൾ 6 എണ്ണമാണ്. ഷഡംഗോ വേദോ അധ്യേതവ്യ എന്ന് പതഞ്ജലി അനുശാസിക്കുന്നുണ്ട്. 6 അംഗങ്ങളോട് കൂടിയ വേദമാണ് അധ്യയനം ചെയ്യേണ്ടത്. ഷഡംഗോ വേദോ അധ്യേതവ്യ, 6 അംഗത്തോടു കൂടിയ വേദം അധ്യേതവ്യ, അധ്യയനം ചെയ്യേണ്ടതാണ്, പഠിക്കേണ്ടതാണ്. അപ്പൊ 6 അവയവങ്ങളോട് കൂടിയതാണ് ഈ വേദം. അപ്പൊ വേദം നന്നായി അറിയണമെങ്കിൽ ഈ 6 അവയവങ്ങളും അറിഞ്ഞേ മതിയാവുകയുള്ളൂ. അതുകൊണ്ടാണ് വേദ അംഗങ്ങൾ എന്ന പേരിൽ നമ്മൾ ഇത് പഠിക്കാൻ പുറപ്പെടുന്നത്. കാരണം ഒരു വ്യക്തിയെ അറിയണമെങ്കിൽ ആ വ്യക്തിയുടെ എല്ലാ അംഗങ്ങളോടും കൂടി ചേർന്നാണ് നമ്മൾ സാക്ഷാത്കരിക്കുന്നത്, അറിയുന്നത്. അല്ല ഒരംഗം മാത്രമായിട്ടോ ഒരു ഭാഗം മാത്രമായിട്ടോ അല്ല. അതേപോലെ വേദങ്ങൾക്ക് പ്രസിദ്ധങ്ങളായ 6 അവയവങ്ങളുണ്ട്. വ്യാകരണം, ശിക്ഷ, നിരുക്തം, ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. വ്യാകരണം, ശിക്ഷ, നിരുക്തം, ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം. ഈ 6 വേദ അംഗങ്ങൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് വേദങ്ങളുടെ ഓരോ അവയവങ്ങളായിട്ട് ഒരു ശ്ലോകം ഉണ്ട്. അതാണ് താഴെ നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഛന്ദപാദൗതു വേദസ്യ. ഛന്ദസ് വേദത്തിന്റെ പാദങ്ങളാണ്, കാലുകളാണ്.
വേദത്തിന്റെ നിലനിൽപ്പുകൾ ഈ ഛന്ദസ്സിൽ കൂടിയാണ്. ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ഉറച്ചു നിലനിൽക്കുന്നത് പാദം കൊണ്ടാണ്. അതുകൊണ്ട് ഛന്ദസ് എന്ന ഈ വേദാംഗം വേദത്തിന്റെ പാദങ്ങളാണ്. ഹസ്തൗ കൽപ്പാവധ പഠ്യതേ. ഹസ്തങ്ങൾ രണ്ടും കൽപ്പങ്ങളായിട്ട് കൽപ്പൗ അധ അനന്തരം പഠ്യതേ പഠിക്കപ്പെടുന്നു. ഇപ്പൊ കൽപ്പം എന്ന് പറയുന്ന വേദാംഗം ഹസ്തങ്ങളാണ്, കൈകളാണ്. ജ്യോതിഷാം അയനം ചക്ഷു. ജ്യോതിഫുകളുടെ അയനമാണ്, ജ്യോതിർഗോളങ്ങളുടെ ഗമനമാണ് ചക്ഷുഫ്, അല്ലെങ്കിൽ ജ്യോതിഷമാണ് ചക്ഷുഷു, കണ്ണാണത്. നിരുക്തം ശ്രോത്രം ഉച്ചതേ. നിരുക്തം എന്ന വേദാംഗം വേദത്തിന്റെ ശ്രോത്രമാണ്, ചെവിയാണ്. ശിക്ഷാഘ്രാണം തു വേദസ്യ. വേദത്തിന്റെ ഘ്രാണമാണ്, മൂക്കാണ് ശിക്ഷ, അല്ലെങ്കിൽ ശിക്ഷ എന്ന ശാസ്ത്രം, ശിക്ഷ എന്ന വേദാംഗം. മുഖം വ്യാകരണം സ്മൃതം. മുഖമാണ് വ്യാകരണം. വ്യാകരണത്തിന് അത്ര മുഖ്യമായ സ്ഥാനമുള്ളത് കൊണ്ടാണ് മുഖം. മുഖം എന്ന് വെച്ചാൽ മുഖ്യമായതാണ് മുഖം. ശരീരത്തിൽ വെച്ച് മുഖ്യമായ ഒരു അവയവം, അംഗം എന്നുള്ള മട്ടിലാണ് മുഖം എന്ന വാക്ക് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് വ്യാകരണത്തെ മുഖം എന്ന് സ്മൃതം ഓർമ്മിക്കേണ്ടതാണ്. എന്നിങ്ങനെ ഒരു ശ്ലോകത്തിൽ കൂടി ഈ വേദപുരുഷന്റെ അല്ലെങ്കിൽ വേദത്തിന്റെ അംഗങ്ങളെ നമുക്ക് പരിചയപ്പെടുത്തി. ഛന്ദ പാദൗതു വേദസ്യ, ഹസ്തൗ കൽപ്പാവധ പഠ്യതേ, ജ്യോതിഷാമയനം ചക്ഷുർ, നിരുക്തം ശ്രോത്രമുച്യതേ, ശിക്ഷാഘ്രാണം തു വേദസ്യ, മുഖം വ്യാകരണം സ്മൃതം എന്നിങ്ങനെ ഛന്ദസ്, കൽപ്പം, ജ്യോതിഷം, നിരുക്തം, ശിക്ഷ, വ്യാകരണം എന്ന് 6 വേദാംഗങ്ങളെ ഈ ശ്ലോകത്തിൽ പരിചയപ്പെടുത്തി. പക്ഷെ ഞാൻ ഇവിടെ പറയാൻ തുടങ്ങുന്നത് ആദ്യം വ്യാകരണമാണ്. കാരണം മുഖ്യമാണ് വ്യാകരണം, മുഖമാണ് വ്യാകരണം എന്നുള്ളത് കൊണ്ട് അതിനെക്കുറിച്ചാണ് ഞാൻ പറയാൻ തുടങ്ങുന്നത്. ഈ 6 വേദങ്ങളും വേദത്തിന്റെ 6 അവസ്ഥകളെ കൂടി കാണിക്കുകയാണ് നമ്മുടെ മുമ്പിൽ ചെയ്യുന്നത്. ഛന്ദസ് എന്നുള്ളതിന് വേണമെങ്കിൽ വൃത്തശാസ്ത്രങ്ങൾ എന്ന് വേണേ പറയാം. ഇന്നത്തെ ഭാഷയിൽ ഋഷിച്ഛന്തോ ദേവതകൾ ആണ് ഛന്ദസ് എന്നറിയപ്പെടുന്നത്. കൽപ്പം എന്നുള്ളത് ആചാര അനുഷ്ഠാനങ്ങളുടെ, കർമ്മങ്ങളുടെ സ്ഥാനമാണ്. സകല കർമ്മങ്ങളും ചെയ്യാൻ കൈ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ ഹസ്തം എന്നുള്ള ഒരു അർത്ഥത്തിലാണ് ഇവിടെ കൽപ്പിച്ചിരിക്കുന്നത്. പിന്നെ കണ്ണാണ് ജ്യോതിഷം. ജ്യോതിഷം കാലത്തെ നിരൂപണം ചെയ്യാൻ വേണ്ടിയാണ്. ജ്യോതിഷത്തിന്റെ പ്രധാന ലക്ഷ്യം കാലമാണ്. നിരുക്തം പദാർത്ഥങ്ങളെ കുറിച്ചുള്ള അന്വേഷണമാണ്. അത് ശ്രോത്രമാണ്, അതിൽ കൂടിയാണ് കേൾക്കാൻ പറ്റേണ്ടത്. ശിക്ഷ ഘ്രാണമാണ്. ഘ്രാണം എന്ന് വെച്ചാൽ ശ്വാസമാണ്. ശബ്ദത്തിന്റെ ഉച്ചാരണ ശാസ്ത്രമാണ് ശിക്ഷ. മുഖം വ്യാകരണവുമാണ്. ഇത് ഞാൻ ഒന്നുകൂടി വിസ്തരിച്ച് ഓരോന്നെടുക്കുമ്പോൾ പറയും. അപ്പം ഇപ്പൊ എഴുതാൻ വിട്ടുപോയാലും കുഴപ്പമില്ല, അപ്പോൾ ഓരോന്ന് പറയുമ്പോൾ എഴുതിയെടുത്താൽ മതിയാവും. ഇതെല്ലാം ഒന്നുകൂടെ ആവർത്തിച്ച് പറയും. ഒരാമുഖമായിട്ട് ഞാൻ ഇത്രയും വിസ്തരിച്ച് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് വ്യാകരണത്തിലേക്ക് പ്രവേശിക്കാം. മുഖം പോലെ മുഖ്യമായതുകൊണ്ടാണ് വ്യാകരണം. പക്ഷെ ഇന്ന് വ്യാകരണം എന്ന് കേട്ടാൽ എല്ലാവർക്കും വളരെ വിഷമമാണ്. എല്ലാവരും പേടിപ്പിക്കുന്ന വിഷയമാണ് വ്യാകരണം. കാരണം ഗ്രാമർ എന്ന പേരിൽ അത് ഇംഗ്ലീഷ് ഭാഷയിൽ പരിഭാഷപ്പെടുത്തിയിട്ട് വ്യാകരണം എന്ന് വെച്ചാൽ എനിക്ക് ഒട്ടും അറിയില്ല, എനിക്ക് വിഷമമാണ്, എനിക്ക് പാടാണ് എന്ന് എപ്പോഴും പറഞ്ഞു മാറ്റി നിർത്തപ്പെടുന്ന ഒരു ശാസ്ത്രമാണ് വ്യാകരണം. ഈ 6 വേദാംഗങ്ങളും ശാസ്ത്രങ്ങളാണ്. ശാസ്ത്രം എന്ന് വെച്ചാൽ അനുശാസിക്കുന്നത്, ഉപദേശിക്കുന്നത്, അതാണ് ശാസ്ത്രം. ശാസരീതി ശാസ്ത്രം. ശാസന ചെയ്ത് രക്ഷിക്കുന്നതുമാണ്. ഉപദേശിച്ച് രക്ഷിക്കലാണ് ശാസനാത്രായതേ ശാസ്ത്രം. അപ്പൊ ഉപദേശിക്കലാണ്. അപ്പം ഈ വേദാംഗങ്ങളെ 6നെയും ശാസ്ത്രങ്ങൾ എന്നാണ് വിളിക്കുന്നത്. കാരണം ഇത് 4ഉം ഉപദേശിച്ച് തരികയാണ്. അംഗങ്ങൾ എന്നുള്ള രൂപേണ ഉപദേശിച്ച്. അങ്ങനെ വ്യാകരണം ഒരു ശാസ്ത്രമാണ് വേദത്തെ സംബന്ധിച്ച്. ഇന്ന് നമ്മൾ വ്യാകരണം എന്നുള്ളത് കൊണ്ട് വ്യവഹരിക്കുന്നത് ഭാഷയുടെ ഘടനയാണ്. ഈ ഘടനയല്ല സംസ്കൃത ഭാഷയിൽ അല്ലെങ്കിൽ വ്യാകരണത്തിൽ അല്ലെങ്കിൽ വേദത്തിൽ വ്യാകരണം എന്ന് പറയുന്നത് ഭാഷയുടെ സ്ട്രക്ചർ അല്ല, ഘടന അല്ല.
ഇന്ന് നമ്മൾ ധരിച്ചിരുന്ന അതാണ്. കാരണം ശബ്ദങ്ങളെ വേർതിരിച്ചിട്ട് നാമരൂപങ്ങള്, പിന്നെ ക്രിയാരൂപങ്ങള്, നാമരൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ക്രിയാരൂപങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, ഇങ്ങനെ സംസ്കൃത ഭാഷയ്ക്കാണെങ്കിൽ സിദ്ധരൂപങ്ങളിൽ കൂടി പഠിക്കപ്പെടുന്ന ഇതൊന്നും വാസ്തവത്തിൽ വ്യാകരണം എന്ന് വിളിക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് ഭാഷയിലേക്ക് കടന്നാലും നൗണോ പ്രോനൗണോ ടെൻസുകളോ അഡ്ജക്റ്റീവോ ഇതൊന്നും സംസ്കൃത ഭാഷയിലോ വേദങ്ങളിലോ വ്യാകരണം അല്ല. അത് ഭാഷയുടെ സ്ട്രക്ചറാണ്, ഭാഷയുടെ ഘടനയാണ്. ഇതൊക്കെ അറിഞ്ഞിട്ട് ഈ വഴി കൂടി വേണം നമുക്ക് ഭാഷ അഭ്യസിക്കാൻ എന്നുള്ളത് കൊണ്ടാണ്. ഇത് അറിഞ്ഞു കഴിയുമ്പോഴാണ് ഭാഷ പഠിക്കുന്നത്. ഭാഷ പഠിച്ചു കഴിഞ്ഞിട്ടാണ് വ്യാകരണം പഠിക്കുന്നത്. സംസ്കൃത ഭാഷയിൽ അങ്ങനെയാണ്. വ്യാകരണം എന്തിനു വേണ്ടിയാണ്? ഭാഷയ്ക്ക് വേണ്ടി. അപ്പൊ ആദ്യം ഉണ്ടായ എന്താണ്? ഭാഷ. ആ ഭാഷയുടെ നിലനിൽപ്പിന് വേണ്ടി ഭാഷയെ ഒരു ചട്ടക്കൂട്ടിൽ ഒതുക്കി നന്നാക്കി അടിത്തറയുള്ള ഒരു ഘടകമാക്കി മാറ്റാനാണ് വ്യാകരണത്തിന്റെ ആവശ്യം. അതുകൊണ്ട് ഭാഷ അറിയില്ലെങ്കിൽ വ്യാകരണം പഠിക്കാൻ പറ്റില്ല. ഭാഷ പഠിച്ചതിന് ശേഷം വ്യാകരണം ഒരു ശാസ്ത്രമായി പഠിക്കണം. അതൊരു ശാസ്ത്രമാണ്. കണക്ക് പഠിക്കുന്ന പോലെയോ സയൻസ് പഠിക്കുന്ന പോലെയോ ഒരു ശാസ്ത്രമാണ്. ഇതാണ് വേദങ്ങളിൽ അല്ലെങ്കിൽ സംസ്കൃത ഭാഷയിൽ വ്യാകരണത്തിന്റെ മഹാത്മ്യം. അപ്പൊ ആദ്യം തന്നെ വ്യാകരണം എന്നുള്ളൊരു ടെൻസ് അല്ലെങ്കിൽ ആ ഒരു ഭാഗം ഇന്നത്തെ ഭാഷയിൽ ഉപയോഗിക്കുന്ന വ്യാകരണമല്ല എന്ന് തിരിച്ചറിവോട് വേണം ഈ ശാസ്ത്രത്തിലോട് പ്രവേശിക്കാൻ. അതിനാണ് ഇത്രയും വലിയൊരു ആമുഖം ഞാൻ പറയാൻ കാരണം. കാരണം ഭാഷയെക്കുറിച്ച് ശാസ്ത്രീയമായൊരു വീക്ഷണമാണ്. അതുകൊണ്ട് ആദ്യം സംസ്കൃത ഭാഷയിൽ ചെയ്യുന്ന ആദ്യം ടെക്സ്റ്റുകൾ പഠിക്കുകയാണ്. സിദ്ധരൂപവും അമരകോശവും പഠിച്ച് ഈ പദങ്ങളെ ഉറപ്പിച്ചതിന് ശേഷം കാവ്യം പഠിച്ച് കാവ്യത്തിൽ വ്യുൽപ്പത്തി നേടിയതിന് ശേഷം വ്യാകരണം എന്ന ശാസ്ത്രം പഠിക്കും. കാരണം വ്യാകരണത്തിൽ പറയപ്പെടുന്ന പലതും ഉദാഹരിക്കുന്നത് കാവ്യങ്ങളിലാണ്. ഇതെവിടെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കാവ്യത്തിലാണ്. ഇപ്പൊ ടെൻസ് പഠിച്ചു, ഈ ടെൻസ് എവിടെ അപ്ലൈ ചെയ്യും? അപ്ലൈ ചെയ്യണമെങ്കിൽ ഒത്തിരി പ്രയോഗങ്ങൾ കയ്യിലുണ്ടാവണം. ഇന്നിപ്പോ സംഭവിച്ച ദോഷം അതാണ്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ ടെൻസ് എല്ലാ ക്ലാസ്സിലും മാറി മാറി പഠിപ്പിക്കും. പക്ഷെ അന്ന് ഒറ്റ ഒരു ഉദാഹരണം കൊടുക്കുള്ളൂ, അത് മാത്രമേ ഈ കയ്യിലുള്ളൂ. അതുകൊണ്ട് ഭാഷ പഠിക്കാൻ ആവില്ല. അപ്പം വാസ്തവത്തിൽ ഭാഷ പഠിച്ചതിന് ശേഷമേ ഈ ടെൻസുകളെ കുറിച്ചോ ബാക്കിയൊക്കെ പഠിക്കാവൂ. അപ്പൊ ധാരാളം ഉദാഹരണങ്ങൾ കൈകിട്ടും. സംസ്കൃത ഭാഷ അങ്ങനെ ചെയ്യാറുള്ളൂ. ഈ ശബ്ദരൂപങ്ങൾ നാമരൂപങ്ങളും ഒന്നും ഗ്രാമർ അല്ല, അതൊന്നും വ്യാകരണമല്ല. അത് ഭാഷയുടെ ഒരു ഘടനയാണ്, സ്ട്രക്ചറാണ്. അത് പഠിച്ചുറപ്പിച്ചതിന് ശേഷം വേണം പിന്നെ വ്യാകരണം ഒരു ശാസ്ത്രമാണ്, അത് അനുശാസിക്കലാണ്. ഈ ശാസ്ത്രം എന്തിനു വേണ്ടിയാണ് എന്ന് താഴെ പറയുന്നു. വ്യാക്രിയന്തേ ശബ്ദാഹ അനേന ഇതി വ്യാകരണം. വ്യാക്രിയന്തേ എന്ന് വെച്ചാൽ വ്യാകരിക്കപ്പെടുന്നു എന്നാണ്. വ്യാക്രിയന്തേ ശബ്ദാഹ അനേന, ഇതുകൊണ്ട് ശബ്ദങ്ങളെ വ്യാകരിക്കപ്പെടുന്നു. വ്യാകരിക്കുക എന്ന് വെച്ചാൽ വേർതിരിച്ച് മനസ്സിലാക്കുക. വിവിച്യ ബോധനമാണ് വ്യാകരണം. വിവേചനം ചെയ്ത് തിരിച്ചറിയാൻ പറ്റുന്നതാണ് വ്യാകരണം. അതുകൊണ്ടാണ് വ്യാക്രിയന്തേ ശബ്ദാഹ അനേന ഇത് വ്യാകരണം. ഇതുകൊണ്ട് ശബ്ദങ്ങൾ വ്യാകരിക്കപ്പെടുന്നു, വേർതിരിക്കപ്പെടുന്നു എന്നുള്ളത് ഈ ഭാഷയുടെ വ്യാകരണത്തിന്റെ പ്രധാനപ്പെട്ട സ്വഭാവം അതാണ് എന്ന് ആദ്യമേ പറഞ്ഞു. വ്യാകരണത്തിന് ഭാഷയിലല്ല വേദങ്ങളിൽ പോലും പ്രമുഖമായൊരു സ്ഥാനം പണ്ടു മുതലേ കൽപ്പിച്ചിട്ടുണ്ട്. ആസന്നം ബ്രഹ്മണസ്തസ്യ തപസാമുത്തമം തപ പ്രഥമം ഛന്ദസാമംഗം പ്രാഹുർ വ്യാകരണം ബുദ്ധാഹ എന്ന് ഭർതൃഹരി വ്യാകരണത്തിന്റെ മാഹാത്മ്യത്തെക്കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. ആസന്നം ബ്രഹ്മണസ്തസ്യ, ആസന്നം അടുത്തിരിക്കുന്നതാണ്. ബ്രഹ്മണ തസ്യ, ബ്രഹ്മത്തിന്റെ അടുക്കലിരിക്കുന്ന അതിൻ്റെ അത് തപസാമുത്തമം തപ, ബ്രഹ്മത്തിനോട് അടുത്തിരിക്കുന്നതാണ്. തപസ്സുകളിൽ വെച്ച് ഉത്തമമായ തപസ്സാണ്. വേദാംഗങ്ങളിൽ വെച്ച് ആദ്യത്തെയാണ്. പ്രഥമം ഛന്ദസാം അംഗം. ഇങ്ങനെയുള്ളതിനെ പ്രാഹു, പ്രാഹു എന്ന് വെച്ചാൽ പറയപ്പെടുന്നു, വിളിക്കുന്നു, വ്യാകരണം എന്ന്
ബുധാഹ പണ്ഡിതന്മാർ. അപ്പൊ വാസ്തവത്തിൽ വേദാന്തികളുടെ ബ്രഹ്മം തന്നെയാണ് വൈയാകരണന്മാരുടെയും ശബ്ദശാസ്ത്രം. ശബ്ദമാണ് അവർക്ക് ശബ്ദബ്രഹ്മം എന്നാണ് പറയുക. ഈ വ്യാകരണം പഠിക്കുന്നത് ശബ്ദബ്രഹ്മ സാക്ഷാത്കാരത്തിന് വേണ്ടി തന്നെയാണ്. അതുകൊണ്ടാണ് ആസന്നം ബ്രഹ്മണസ്തസ്യ, അടുത്തിരിക്കുകയാണ്. ശബ്ദബ്രഹ്മത്തെയാണ് സാക്ഷാത്കരിക്കപ്പെടേണ്ടത്. തപസ്സുകൾ വെച്ച് ഉത്തമമായ തപസ്സാണ് വ്യാകരണം. ഛന്ദസ്സുകൾ വെച്ച് ആദ്യത്തെ അംഗമാണ് വ്യാകരണം. ഇങ്ങനെ വ്യാകരണത്തിന്റെ മഹാത്മ്യത്തെ ഭർതൃഹരി അദ്ദേഹത്തിന്റെ വ്യാകരണ ശാസ്ത്രങ്ങൾ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇനിയും എന്താണ് വ്യാകരണം എന്ന് മഹാഭാഷ്യത്തിൽ പതഞ്ജലി നമുക്ക് ബോധ്യപ്പെടുന്നുണ്ട്. വീണ്ടും അസാധു ശബ്ദേഭ്യ സാധു ശബ്ദോ വിവിച്യ ബോധനം ഏന ക്രിയത്തെ തത് വ്യാകരണം. അസാധു ശബ്ദേഭ്യ, അസാധു എന്ന് വെച്ചാൽ സാധു അല്ലാത്തതെന്നാണ്. സാധു എന്ന് വെച്ചാൽ നല്ലത് എന്നാണ്. നല്ലതല്ലാത്തതിന്റെ പേരാണ് അസാധു, ചീത്തയാകുന്നത്, ഉപയോഗിക്കാൻ പറ്റാത്തത്, യോഗ്യമല്ലാത്തത്, ദുഷ്ടം എന്നൊരു വാക്കുവിനെ പറയാം. അസാധുവായ ശബ്ദേഭ്യ ശബ്ദങ്ങളിൽ നിന്നും സാധു ശബ്ദ നല്ല ശബ്ദങ്ങളെ വിവിച്യ ബോധനം വേർതിരിച്ച് ബോധ്യപ്പെടുത്തുന്നത് ഏന യാതൊരു ശാസ്ത്രത്താലാണോ, ഏന ക്രിയതേ യാതൊന്നുകൊണ്ട് ചെയ്യപ്പെടുന്നുവോ തത് വ്യാകരണം. അതാണ് വ്യാകരണം. അപ്പൊ ദുഷ്ടശബ്ദങ്ങളിൽ നിന്നും നല്ല ശബ്ദങ്ങളെ വേർതിരിച്ച് അറിയിക്കലാണ് വ്യാകരണത്തിന്റെ ലക്ഷ്യം. ഇത് അസാധു ശബ്ദമാണ്, ഇത് ഉപയോഗിക്കരുത്. ഇത് സാധു ശബ്ദമാണ്, ഇത് പ്രയോഗിക്കണം. അപ്പൊ ഭാഷയിൽ വ്യാകരണത്തിന്റെ ഉദ്ദേശ്യം നല്ല ശബ്ദങ്ങൾ തെരഞ്ഞെടുത്ത് ഉച്ചരിക്കാനാണ്. ഇതാണ് വ്യാകരണം പഠിക്കുന്നതിന്റെ ഉദ്ദേശ്യം. വ്യാകരണം പഠിക്കുന്ന ഒരാൾക്ക് ഒരു അസാധു ശബ്ദങ്ങളും ദുഷ്ടശബ്ദങ്ങളും ചീത്ത ശബ്ദങ്ങളും പ്രയോഗിക്കാൻ പറ്റില്ല. അയാൾക്ക് നല്ല ശബ്ദങ്ങൾ മാത്രമേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പൊ നല്ല ശബ്ദങ്ങളെ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനുള്ള ഒരു ശാസ്ത്രമാണ് വ്യാകരണ ശാസ്ത്രം. മനുഷ്യ ജീവിതത്തിൽ അനുശാസന ചെയ്യുന്നത് ദുഷ്ടശബ്ദങ്ങൾ ഉപയോഗിക്കരുത്, നല്ല ശബ്ദങ്ങളെ പറയാവൂ, ചീത്ത വാക്കുകൾ പ്രയോഗിക്കരുത്, നല്ല വാക്കുകളെ പ്രയോഗിക്കാവൂ എന്ന് നമ്മെ ബോധ്യപ്പെടുത്താനാണ് വ്യാകരണം പഠിക്കേണ്ടത്. ഇതാണ് വ്യാകരണത്തിന്റെ ലക്ഷ്യം. അസാധുക്കളായ ശബ്ദങ്ങൾ ധാരാളം ഈ പ്രപഞ്ചത്തിലുണ്ട്. നമ്മുടെ കയ്യിലുണ്ടാവും, നമ്മൾക്കറിയുകയും ചെയ്യാം. പക്ഷെ ഇതൊന്നും ഒരിക്കലും പ്രയോഗിക്കരുത് എന്നാണ്. അങ്ങനെ പ്രയോഗസാധ്യത ഇല്ലാത്ത ശബ്ദങ്ങളിനെ മാറ്റി നിർത്തിക്കൊണ്ട് പ്രയോഗത്തിന് സാധുതയുള്ള നല്ല ശബ്ദങ്ങൾ തെരഞ്ഞു പിടിച്ച് ഉപയോഗിക്കാനുള്ള വിവേചന ബോധമാണ് വ്യാകരണം നൽകുന്നത്. കൊണ്ടാണ് വിവിച്യ ബോധനം എന്ന് വെച്ചാൽ ഒരു വിവേകമാണ് ഉണ്ടാക്കുന്നത്. നമ്മുടെ കയ്യില് നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ശബ്ദങ്ങളുണ്ട്, വാക്കുകളുണ്ട്. ഇതിൽ ഏതാ നല്ലത് ഏതാ ചീത്ത എന്നാണ് നമുക്കിന്ന് അറിയാൻ മേലാത്തത്. ഇത് കാണിച്ചു തരാനാണ് വ്യാകരണം പഠിക്കേണ്ടത്. തിത ഉന പുനന്തേ എത്ര വാചം അക്രത എന്ന് വേദം ഇതിനെ കുറിച്ച് പറയും. തിത ഉന, തിത ഉ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മുറം എന്നാണ്. തിത ഉന എന്ന് വെച്ചാൽ മുറം കൊണ്ട്, പുനന്തേ ശുദ്ധീകരിച്ച്, എത്ര യാതൊരിടത്ത്, വാചം വാക്കിനെ അക്രത ചെയ്യുന്നു. വാക്കുകള് മുറം കൊണ്ട് പാറ്റിക്കൊഴിച്ച് പരിശുദ്ധമാക്കി മാത്രമേ ഉപയോഗിക്കാവൂ എന്നാണ് ഈ പറഞ്ഞത്. പണ്ട് കാലത്ത് അരി പാറ്റിക്കൊഴിച്ചെടുക്കുമായിരുന്നു. അപ്പൊ അതിനകത്തെ ഉമിയും കറുത്ത അരിയും അതിൻ്റെ അകത്തെ കുഞ്ഞരികളും അതിൻ്റെ കണ്ണ് എന്ന് പറയുന്ന ദുഷ്ടമായ ഭാഗമൊക്കെ മാറ്റിയിട്ട് നന്നാക്കിയെടുത്ത് ഉപയോഗിക്കുന്നത് പോലെ തിതഉന പുനന്തേ എത്ര വാചം അക്രത. ഇങ്ങനെ പാറ്റിപ്പിറക്കി പരിശുദ്ധമാക്കിയ വാക്കു മാത്രമേ ഉപയോഗിക്കാവൂ. ബാക്കി വാക്കുകൾ ഉണ്ട്, പക്ഷെ അത് ഉപയോഗിക്കരുത്. അത് നമ്മൾ എന്ത് ചെയ്യണം? മുറത്തിൽ നിന്നും മാറ്റിക്കളയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ദുഷ്ടശബ്ദങ്ങളെ മാറ്റി തന്നെ എടുക്കണം. നല്ല വാക്ക്, നല്ല ഭാഷ ഒരു സംസ്കാരത്തിന്റെ ഏറ്റവും നല്ല അടയാളമാണ്. നല്ല ഭാഷ ഉച്ചരിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സംസ്കാര സമ്പന്നന്റെ ഏറ്റവും വലിയ അടയാളമാണ്. എത്ര വലിയ പരിഷ്കാരിയാണെങ്കിലും, എത്ര വലിയ മോഡേൺ വേഷങ്ങളും ആഭരണങ്ങളും ധരിച്ചുകൊണ്ട് പോകുന്ന ഒരാൾ
വായിൽ നിന്നും വീഴുന്ന വാക്ക് നമുക്ക് കേൾക്കാനാവാത്ത ദുഷ്ടശബ്ദങ്ങളാണെങ്കിൽ ഇയാൾ സംസ്കാരമുള്ളവനാണെന്ന് നമ്മൾ പറയില്ല. ഇപ്പൊ സംസ്കാരത്തിന്റെ മാനദണ്ഡം ഭാഷയിലാണ്. അതുകൊണ്ടാണ് ഭാഷയ്ക്ക് വ്യാകരണത്തിൽ സ്ഥാനം കൊടുക്കാൻ കാരണം. നല്ല വാക്കുകൾ ഉച്ചരിക്കുമ്പോഴാണ് സംസ്കാരം തിരിച്ചറിയാൻ പറ്റുക. ഒരാളുമായി സംഭാഷണം ചെയ്യുമ്പോൾ അയാളുടെ വായിൽ നിന്നും വീഴുന്ന 6-7 വാക്കു മാത്രം മതി അയാളുടെ സ്വഭാവത്തെ അറിയാൻ, സംസ്കാരത്തെ അറിയാൻ. അതേ സമയത്ത് അയാൾ ചീത്തയായ വാക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എത്ര ഉന്നതനാണെങ്കിലും, എത്ര യോഗിയാണെങ്കിലും, എത്ര വലിയ വൈദ്യനാണെങ്കിലും, എഞ്ചിനീയർ ആണെങ്കിലും, ആരായാലും നമ്മൾ സംസ്കാരമുള്ളവനാണെന്ന് അംഗീകരിക്കില്ല. ഇത് സത്യമാണ്. കാളിദാസൻ കുമാരസംഭവം എന്ന കാവ്യത്തില് പാർവതിയുടെ തപസ്സിനെ പരീക്ഷിക്കാൻ വരുന്ന ബ്രഹ്മചാരിയായ പരമശിവൻ പാർവതിയുമായി 3-4 വാക്കുകൾ സംഭാഷണം ചെയ്തിട്ട് ആ വാക്കിന്റെ മഹാത്മ്യം പറയുന്നുണ്ട്. യതഃ സതാം സന്നദ്ധഗാത്രിസംഗതം മനീഷിഭി സാപ്തപദീനമുച്യത്തെ. യതഃ എന്തെന്നാൽ സതാം സജ്ജനങ്ങൾക്ക്, സന്നദ്ധഗാത്രി സുന്ദരി എന്ന് പാർവതിയെ വിളിച്ചാണ്, സംഗതം കൂടിച്ചേരലാണ്, മനീഷിഭിഹി പണ്ഡിതന്മാരാൽ സാപ്തപദീനം ഉച്യത്തെ 7 പദം കൊണ്ട് പണ്ഡിതന്മാർ തമ്മിൽ സംഗതി ഉണ്ടാകും, കൂടിച്ചേരലുണ്ടാകും. സഖ്യത ഉണ്ടാക്കിയെടുക്കാൻ 7 പദം മതിയെന്ന. 7 സുന്ദരമായ വാക്കുകൾ ഒരാൾ ഉച്ചരിച്ച് കേട്ട് കഴിഞ്ഞാൽ അയാളുമായി സൗഹാർദ്ദത്തിലാകാം, സഖ്യതയിലാകാം, കൂടിച്ചേരാം. അപ്പൊ ഈ വാക്കാണ് അയാളുടെ സ്വഭാവത്തെ മുഴുവൻ നമുക്ക് കാണിച്ചു തരുന്നത്. വായിൽ നിന്നും വീഴുന്ന ആ വാക്കുകൊണ്ട് മാത്രമാണ് സ്വഭാവത്തെ തിരിച്ചറിഞ്ഞിട്ട് അയാളുമായിട്ട് സംഗതി ഉണ്ടാവണമോ കൂടിച്ചേരണമോ എന്ന് നിശ്ചയിക്കുന്നത്. അതുകൊണ്ടാണ് സതാം സംഗതം, ഹേ സന്നദ്ധഗാത്രി, സതാം സംഗതം മനീഷിഭിഹി പണ്ഡിതന്മാരാൽ സാപ്തപദീനം ഉച്യതേ. സപ്തപദം കൊണ്ട് നേടാവുന്നതാണ്. അതാണ് സപ്തപദീനം ഉച്യതേ പറയപ്പെടുന്നത്. അപ്പൊ ഇവിടെ മനീഷികൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്, ആർക്കെങ്കിലും മറ്റൊരാളുമായി സൗഹൃദമുണ്ടാകണമെങ്കിൽ, സഖ്യത ഉണ്ടാകണമെങ്കിൽ, കൂടിച്ചേരണമെങ്കിൽ 7 പദം മാത്രം ഉപയോഗിച്ചാൽ മതി. അതുകൊണ്ട് സഖാക്കളാകാം. അതുകൊണ്ട് വിവാഹത്തിന്റെ ചടങ്ങില് സപ്തപതി എന്നൊരു ചടങ്ങുണ്ട്. അമ്മി ചവിട്ടുക എന്ന് മലയാളത്തിൽ പറയും. ഓരോ ചുവടും വധുവിന്റെ കാല് മാറ്റി വെച്ച് ചവിട്ടുന്ന ഒരു ചടങ്ങാണ്. അതിലെ അവസാനത്തെ 7ാമത്തെ പദത്തിന്റെ പേര് സപ്തപദിന സഖാഭവ എന്നാണ്. 7ാമത്തെ പദം കൊണ്ട് സഖാവായി തീരട്ടെ. സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം സമാനമായ ഖ്യാതി ഉള്ളവനാണ്. സഖാ വേദത്തിൽ ഉപയോഗിച്ച വാക്കാണ് ഈ സഖാവ് എന്നുള്ള വാക്ക്. അടുത്ത കാലത്തൊന്നും ആരും കണ്ടുപിടിച്ചതല്ല. സമാനമായ ഖ്യാതി, ഖ്യാതി എന്ന് വെച്ചാൽ പ്രശസ്തി, കീർത്തി. അവർ തമ്മിലെ സഖാക്കളാകാൻ പറ്റൂ. ഒരു രാജകുമാരന് മറ്റൊരു രാജകുമാരനുമായി സഖ്യത ഉണ്ടാവാം. ഒരു രാജകുമാരന് മന്ത്രിയുടെ പുത്രനുമായി സഖ്യതയില്ല, മൈത്രിയാണ്, അല്ലെങ്കിൽ സൗഹൃദമാണ്. ഈ 3 വാക്ക് 3 അർത്ഥത്തിലാണ് ഉപയോഗിക്കുക. സമാനമായ പഠിപ്പ്, വയസ്സ്, ഉദ്യോഗം, യോഗ്യത, സംസ്കാരം, ഇങ്ങനെ 2 പേര് തമ്മിൽ ഉണ്ടെങ്കിൽ അവർ സഖാക്കളാവും. അപ്പൊ സഖാവ് എന്ന വാക്കിന്റെ അർത്ഥം ഇതാണ്. ഒന്നാണ് സപ്തപദിന സഖാഭവ. സപ്തപതി കൊണ്ട് നിങ്ങൾ വധൂവരന്മാർ സമാനഖ്യാതിയുള്ളവരായി മാറട്ടെ. പഠിപ്പിലോ കുടുംബത്തിലോ സമ്പത്തിലോ ഒക്കെ ഏറ്റക്കുറച്ചിലുള്ളവരാണെങ്കിൽ പോലും ഈ സപ്തപതി കൊണ്ട് നിങ്ങൾ സമാനരായി തീരട്ടെ. സമാനമായ പഠിപ്പ്, സമാനമായ സംസ്കാരം, സമാനമായ ആഭിജാത്യം, സമാനമായ സ്വഭാവങ്ങൾ ഇതുള്ളവരായി തീരട്ടെ എന്നൊരു ആശംസ പറഞ്ഞുകൊണ്ടാണ് വിവാഹത്തിൽ സപ്തപതി എന്ന ചടങ്ങിൽ ഈ മന്ത്രം വധൂവരന്മാരെ കൊണ്ട് ചൊല്ലിച്ചിട്ട് കാലെടുത്ത് വയ്ക്കുന്നത്. ഇവിടെയൊക്കെയും ശബ്ദങ്ങളുടെ, വാക്കിന്റെ, പദങ്ങളുടെ തെരഞ്ഞെടുത്ത് ഉപയോഗിക്കുന്ന കൊണ്ടുള്ള മാഹാത്മ്യത്തെ കുറിച്ചാണ് നമ്മുടെ കാവ്യശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും വേദങ്ങളിലും ഒക്കെ പറയുന്ന ഇതാണ്. അതുകൊണ്ടാണ് വിവിച്ഛ ബോധനം എന്ന് വ്യാകരണത്തെക്കുറിച്ച് പറയാൻ കാരണം.
ഇത് വേർതിരിച്ച് അറിയണമെങ്കിൽ വ്യാകരണം പഠിക്കണം. വ്യാകരണ ശാസ്ത്രം പഠിക്കുന്നതിനാണ്. നല്ല പദങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പറ്റും. ഇങ്ങനെ നല്ല പദങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ ആൾക്കാരുടെ സംസ്കാരത്തെ കുറിച്ച് രാമായണത്തിൽ കിഷ്കിന്ധകാണ്ഡത്തിന്റെ ആരംഭത്തില് രാമലക്ഷ്മണന്മാരെ കണ്ടുമുട്ടുന്ന ഹനുമാൻ സുഗ്രീവൻ പറഞ്ഞു വെച്ചതനുസരിച്ച് താഴെ കൂടെ സഞ്ചരിച്ചു പോകുന്ന രാമലക്ഷ്മണന്മാർ ആരാണെന്ന് അന്വേഷിച്ചു വരാൻ വേണ്ടി സുഗ്രീവൻ ഹനുമാനെ പറഞ്ഞയക്കുന്നുണ്ട്. ഹനുമാൻ ഒരു ബ്രഹ്മചാരി വേഷമൊക്കെ സ്വീകരിച്ചിട്ട് താഴെ വന്ന് തൻ്റെ കുരങ്ങിന്റെ വേഷമൊക്കെ വീക്ഷിച്ചിട്ട് താഴെ വന്ന് രാമലക്ഷ്മണന്മാരോട് ചോദിക്കും, നിങ്ങൾ ആരാണ്, എവിടെ നിന്ന് വരുന്നു, എങ്ങോട്ട് പോവുകയാണ്? നിങ്ങളുടെ ആകൃതി കണ്ടിട്ട് രാജകുമാരന്മാരെ പോലെ ഇരിക്കുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ സ്വീകരിച്ചിരിക്കുന്ന മുനിവൃത്തിയാണ്, താപസവൃത്തിയാണ്. ഈ താപസന്മാർക്ക് എന്തിനാണ് ആയുധം? ആയുധം കയ്യിലിരിക്കുന്ന കണ്ടപ്പോൾ ഈ താപസവൃത്തിയും ആയുധവും തമ്മിലുള്ള വൈരുദ്ധ്യത കൊണ്ട് നിങ്ങളുടെ സ്വഭാവത്തിൽ, നിങ്ങളുടെ നടപ്പിൽ, നിങ്ങളുടെ ചിന്തയിൽ എന്തോ വൈരുദ്ധ്യമുണ്ട് എന്നെനിക്ക് തോന്നുന്നു. ഒന്ന് പറഞ്ഞു തരൂ എന്ന് സൗമ്യമായി നല്ല ഭാഷയിൽ ചോദിക്കുമ്പോൾ ശ്രീരാമൻ ലക്ഷ്മണനോട് പറയും, നോക്കൂ ലക്ഷ്മണ, നൂനം വ്യാകരണം കൃഷ്ണം അനേന ബഹുധാശ്രുതം. നൂനം നിശ്ചയമായിട്ടും, വ്യാകരണം കൃഷ്ണം, കൃഷ്ണം സമ്പൂർണമായിരുന്നു, അനേന ഇവനാൽ, ബഹുധ പല പ്രകാരത്തിൽ, ശ്രുതം കേട്ടിട്ടുണ്ട്, പഠിച്ചിട്ടുണ്ട്. വ്യാകരണ ശാസ്ത്രം സമ്പൂർണമായിട്ടും ഇയാൾ പഠിച്ചിട്ടുണ്ട്. നൂനം നിശ്ചയമാണ്. എന്താ കാരണം? ബഹുവ്യാഹരത അനേന, ധാരാളം സംസാരിച്ച ഇവനാൽ ന കിഞ്ചിത് അപഭാഷിതം, അപഭാഷ ഒരിടത്ത് പോലും അല്പം പോലും ഉണ്ടായിട്ടില്ല. അപശബ്ദം ഒരിക്കലും പ്രയോഗിച്ചിട്ടേ ഇല്ല. സാധു ശബ്ദം കൊണ്ട് മാത്രമാണ് ഇത്രയും സമയം ഈ ഹനുമാന്റെ സംഭാഷണം നീണ്ടുപോയത്. ബഹുവ്യാഹരത, ഒത്തിരി പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി പറഞ്ഞിട്ടും ഇയാൾ ഈ പറഞ്ഞ വാക്കിലൊന്നും ഒരു അപഭാഷ അല്ലെങ്കിൽ ഒരു ദുഷ്ടമായ ശബ്ദങ്ങൾ ഇയാൾ ഉപയോഗിച്ചിട്ടേ ഇല്ല. ഇത് ഇയാളുടെ സംസ്കാരത്തെ കാണിച്ചു തരുന്നതാണ്. നോക്കൂ ലക്ഷ്മണ എന്ന് രാമൻ ഹനുമാനെ തിരിച്ചറിയുന്നത് നല്ല ഭാഷ സംസാരിച്ചതുകൊണ്ടാണ്. നല്ല ഭാഷയെ അറിയണമെങ്കിൽ വ്യാകരണം കൃഷ്ണം അനീന ബഹുധാശ്രുതം നൂനം. വാൽമീകി രാമനെ കൊണ്ട് പറയുകയാണ്, നിശ്ചയമായിട്ടും ഇയാൾ ശരിക്കും വ്യാകരണം പഠിച്ചിട്ടുണ്ടാകും. വ്യാകരണം പഠിച്ച ഒരാൾ ഉപയോഗിക്കുന്ന പദങ്ങൾ, വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാം ഇയാൾ വ്യാകരണം പഠിച്ചിട്ടുണ്ട്, അത് സംസ്കാരത്തിന്റെ അടയാളമാണ് എന്ന്. ഇങ്ങനെ വാൽമീകി മുതൽ എത്രയെത്ര മഹാകവികൾ, കാളിദാസൻ, വാൽമീകി, ഭാസൻ, ഇവരൊക്കെയും വ്യാകരണ ശാസ്ത്രത്തിന്റെ ഈ വേർതിരിച്ചുള്ള അറിവ് ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണെന്ന് കാണിച്ചിട്ടുണ്ട്. അപ്പൊ സംസ്കൃതത്തിൽ അല്ലെങ്കിൽ വേദത്തിൽ വ്യാകരണം പഠിക്കുന്നത് സംസ്കാരം നന്നാക്കാൻ വേണ്ടി മാത്രമാണ്, ഭാഷ പഠിക്കാൻ വേണ്ടിയല്ല. ഭാഷ പഠിക്കാൻ വ്യാകരണ ശാസ്ത്രം ആവശ്യമില്ല. കാരണം ഭാഷ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് വ്യാകരണ ശാസ്ത്രം പഠിക്കുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ വിദേശത്ത് പോയി ജോലി എടുത്തു വരുന്ന എത്രയോ 8ാം ക്ലാസ് പാസ്സായി പോയ ആൾക്കാർ തിരിച്ചു വരുമ്പം ഇംഗ്ലീഷ് ഭാഷ നന്നായിട്ട് പറയും. അവര് വ്യാകരണം ഒന്നും പഠിച്ചിട്ടില്ല. അപ്പൊ വാസ്തവത്തിൽ ഭാഷ പഠിക്കാൻ ആവശ്യമില്ല, വ്യാകരണം പഠിക്കണം. അത് ഭാഷ പഠിച്ചതിന് ശേഷം ഭാഷയെ സംസ്കരിക്കാനാണ്, ഭാഷയെ നന്നാക്കി ഉപയോഗിക്കാനാണ്, നല്ല ഭാഷ സംസാരിക്കാനാണ്. അതുകൊണ്ട് ബഹുവ്യാഹരതാനേന ന കിഞ്ചിത് അപഭാഷിതം. ധാരാളം പറഞ്ഞിട്ടും ഇയാൾ നോക്കോളൂ, കൂടുതൽ പറഞ്ഞു പോയാൽ ദുഷ്ടശബ്ദങ്ങളോ അപഭാഷയോ കടന്നു കൂടിയേക്കാം എന്നാണ്. പക്ഷെ കൂടിയിട്ടില്ല. ബഹുവ്യാഹരതാനേന ന കിഞ്ചിത് അപഭാഷിതം. അതുകൊണ്ട് പറയാം, നൂനം വ്യാകരണം കൃഷ്ണം അനീന ബഹുധാശ്രുതം. നിശ്ചയമായിട്ടും വ്യാകരണ ശാസ്ത്രം മുഴുവൻ ഇവൻ പഠിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പം വ്യാകരണം അറിയുന്ന ഒരാളെ കണ്ടുപിടിക്കാനുള്ള അതിമനോഹരമായ ഉപായങ്ങൾ ഒന്നാണ്. അതുകൊണ്ട് ഭാഷ എങ്ങനെ വേണം? ഋതം ഋജു മൃദു സ്ഫുടവർണം. ഋതമായിരിക്കണം, ഋജുവായിരിക്കണം, മൃദുവായിരിക്കണം, സ്ഫുടമായ വർണ്ണത്തോടുകൂടിയതായിരിക്കണം.
ഇതാണ് ഭാഷയുടെ സാമാന്യ സ്വഭാവം എന്ന് രാമായണത്തിൽ നിന്ന് നമ്മെ വാൽമീകി ബോധ്യപ്പെടുത്തുന്നത്. ഋതം എന്ന് വെച്ചാൽ അനുഭവിച്ചറിഞ്ഞ സത്യമാണ്. ഋതവും സത്യവും തമ്മിലുള്ള വ്യത്യാസം ഇതാണ്. സത്യങ്ങളൊക്കെ നമ്മൾ സത്യമാണെന്ന് മനസ്സിലാക്കുമ്പോൾ എല്ലാവരും പറയും അത് സത്യമാണ്, ഇത് സത്യമാണ്, സത്യമാണെന്ന് അറിഞ്ഞു. പക്ഷേ ചില സത്യങ്ങൾ ജീവിതത്തിൽ അനുഭവമായി തീരുമ്പോഴാണ് ആ സത്യത്തിന് മഹാത്മ്യം അറിയാൻ പറ്റുക. അങ്ങനെ അനുഭവമായി തീരുന്ന സത്യത്തെയാണ് ഋതം എന്ന് വിളിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ സംഭാഷണം ചെയ്യുന്ന പദങ്ങൾ, വാക്കുകൾ, ആശയങ്ങൾ സത്യമായാൽ പോരാ, ഋതമായിരിക്കണം. ആരെങ്കിലും ഒരാൾ ഇത് സത്യമാണെന്ന് പറഞ്ഞു, ഞാനും സത്യമാണെന്ന് പറഞ്ഞു, എല്ലാവരോടും പറഞ്ഞു, ഇത് പോരാ, ഞാൻ ആ സത്യത്തെ അനുഭവിച്ചറിയണം. പഞ്ചസാരയ്ക്ക് മധുരമുണ്ട് എന്നുള്ളത് 100 പേര് പറഞ്ഞാലും പറ്റില്ല. ഞാൻ അനുഭവിച്ചറിഞ്ഞാൽ അതിൻ്റെ മധുരം എനിക്ക് ബോധ്യമാകുമ്പോൾ അത് ഋതമാകും. അങ്ങനെ ഋതമായ വാക്കുകളെ ഉപയോഗിക്കാവൂ. പഞ്ചസാരയ്ക്ക് മധുരമുണ്ടെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ പദം ഉപയോഗിച്ച് സംഭാഷണം ചെയ്യാവൂന്നാണ്. അതിനാണ് വ്യാകരണം പഠിക്കേണ്ടത്. ഋജുവായിരിക്കണം. ഋജു എന്ന് വെച്ചാൽ നേരെ പറയണം, വളച്ചുകെട്ടി പറയരുത്, വക്രോക്തിയിൽ പറയരുത്. പറയേണ്ട കാര്യം വളച്ചുകെട്ടില്ലാതെ നേരിയ ജോബിന് പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ഋജുവായിരിക്കണം. പിന്നെയോ മൃദുവായിരിക്കണം. സംഭാഷണത്തിൽ കടുകട്ടിയായ പദങ്ങൾ ഉപയോഗിക്കരുത്. വളരെ മൃദുവായ പദങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന മട്ടിലെ സംഭാഷണം ചെയ്യാവൂ. പിന്നെ ഒന്ന് സ്ഫുടമായ ഉച്ചാരണമായിരിക്കണം, സ്പഷ്ടമായി ഉച്ചരിക്കാൻ പറ്റണം. ഈ 4 യോഗ്യതയാണ് ഒരു ഭാഷ സംഭാഷണം ചെയ്യുമ്പോൾ അവശ്യം അറിഞ്ഞിരിക്കേണ്ടത് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുമ്പോൾ ഭാഷയുടെ മാഹാത്മ്യത്തെക്കുറിച്ച് അവർ എന്തുമാത്രം ശരിക്കും അറിഞ്ഞിരുന്നു. ഇത് വ്യാകരണം ഉപയോഗിക്കേണ്ട ആവശ്യകതയെക്കുറിച്ചാണ്. ഈ വ്യാകരണം എന്നുള്ള ശബ്ദശാസ്ത്രം ഒരു പ്രയോഗക്ഷമതയെ സാധൂകരിക്കാനാണ് ഉപയോഗിക്കേണ്ടത്. കവികളുടെ പ്രയോഗത്തെ സാധൂകരിക്കാനാണ് വ്യാകരണത്തിന്റെ ലക്ഷ്യം എന്നാണ്. ഒരു കവി പ്രയോഗിക്കുന്നത് തെറ്റാണെന്ന് പറയാനല്ല വ്യാകരണ ശാസ്ത്രം വേണ്ടത്. ആ കവി പ്രയോഗിച്ച വാക്കിനെ ശരിപ്പെടുത്തി കൊടുക്കാനായിട്ട് ജോലി. അപാരേ കാവ്യസംസാരേ കവിരേക പ്രജാപതി യഥാ അസ്മൈ രോചതേ വിശ്വം തഥേദം പരിവർത്തതേ. അപാരേ കാവ്യസംസാരേ, അപാരമായ കാവ്യസംസാരത്തിൽ, സംസാരത്തിന് ജീവിതം എന്നാണ്. അപാരമായ കാവ്യജീവിതത്തിൽ കവിരേക പ്രജാപതി, കവി ഒരാൾ പ്രജാപതിയാണ്, സൃഷ്ടികർത്താവാണ്. കാവ്യജീവിതത്തിൽ വാക്കുകൾ ഉണ്ടാക്കുന്ന സൃഷ്ടികർത്താവാണ് കവി. കവിയാണ് വാക്കുകളെ സൃഷ്ടിക്കുന്നത്, ഒരു വൈയാകരണൻ, ഒരു ഗ്രമേറിയൻ അല്ല. യഥാ അസ്മൈ രോചതേ വിശ്വം, ആ കവിക്ക് ഇഷ്ടപ്പെടുന്നത് പോലെ, രുചിക്കുന്നത് പോലെ ഈ വിശ്വത്തെ തഥേദം പരിവർത്തതേ, അയാളുടെ കാവ്യജീവിതത്തിന്റെ മട്ടിൽ കൂടി പരിവർത്തനം ചെയ്ത് ഉപയോഗിക്കാൻ അയാൾക്ക് കഴിയും. അത് കഴിയണം. അങ്ങനെ കവികളുടെ പ്രയോഗത്തെ തെറ്റാണെന്ന് വൈയാകരണൻ പറയരുത്. കവികളുടെ പ്രയോഗത്തെ ശരിപ്പെടുത്താൻ വേണ്ടി വീണ്ടും വ്യാകരണ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കാം. വ്യാകരണ ശാസ്ത്രം അപൂർണമാണ്. ഭാഷ വളരുന്നതനുസരിച്ചിട്ട് വ്യാകരണ ശാസ്ത്രം വളർന്നുകൊണ്ടേയിരിക്കും. ഭാഷയ്ക്ക് വേണ്ടിയാണല്ലോ വ്യാകരണം. അപ്പൊ ഭാഷയാണ് പ്രധാനം, വ്യാകരണമല്ല. വ്യാകരണം അപ്രധാനമാണ്. ഭാഷ വളർന്നു വരുമ്പോൾ ഈ വ്യാകരണം എന്ന ഉടുപ്പ് ഇടയ്ക്കിടയ്ക്ക് മാറേണ്ടി വരും. അതുകൊണ്ടാണ് വ്യാകരണ ശാസ്ത്രം അപൂർണമാണ് എന്ന് പറയാൻ കാരണം. അത് വളർന്നു വരുന്തോറും അതിന്റെ ചട്ടക്കൂടുകൾ മാറ്റിക്കൊണ്ടേയിരിക്കേണ്ടി വരും. അത് പാണിനി തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. യഥോത്തരം മുനീനാം പ്രാമാണ്യം, യഥാ ഉത്തരം മുനീനാം പ്രാമാണ്യം. ഉത്തരം വെച്ചാൽ പിന്നീട് പറയുന്ന മുനിമാർ പറയുന്നതാണ് പ്രമാണം. വ്യാകരണ ശാസ്ത്രത്തിൽ ആദ്യം പറഞ്ഞ ആള് പറയുന്നതല്ല പ്രമാണം, അന്തിമമായ ആള് പറയുന്നതാണ് പ്രമാണം. അന്തിമനായ ഒരു വൈയാകരണ പണ്ഡിതൻ പറയുന്നതാണ് എപ്പോഴും പ്രമാണം, ആദ്യമല്ല. കാരണം എന്താണ്? ഈ ഒടുവിലത്തെ അയാൾക്കാണ് ഭാഷയുടെ വികാസവും വളർച്ചയും ശരിക്കറിയാൻ പറ്റുന്നത്. അതിൽ പറയുന്ന നിയമമാണ് ശരി എന്ന് ആദ്യം വ്യാകരണ ശാസ്ത്രം എഴുതിയുണ്ടാക്കിയ പതഞ്ജലി മഹർഷി പറയുന്നുണ്ട്. ഞാൻ പറയുന്നത് എക്കാലവും നിലനിൽക്കില്ല, എനിക്ക് ശേഷം വരുന്ന
ആധുനികരായ വൈയാകരണ പണ്ഡിതന്മാർ പറയുന്ന വാക്കുകളാണ് പൂർണ്ണം. കാരണം വ്യാകരണ ശാസ്ത്രം വളർന്നു വരുന്നതാണ്. ഭാഷ വളരുന്നതനുസരിച്ച് ഇത് മാറിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കാവ്യലോകത്തിൽ കവി സൃഷ്ടികർത്താവാണ്. അയാളെ ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രയോഗിച്ചതെന്ന് കവിയോട് ചോദിക്കരുത്. കാരണം യഥാ അസ്മി രോചിതേ, അയാൾക്ക് ഇഷ്ടപ്പെട്ടതുപോലെ അയാൾ പദങ്ങൾ ഉപയോഗിക്കും. ഒരു ഗ്രമേറിയൻ പുറകെ വന്ന് വേറെ ഇതുവരെയുള്ള നിയമമില്ലെങ്കിൽ വേറെ നിയമം കണ്ടുപിടിച്ചിട്ട് ഈ കവിപ്രയോഗത്തെ സാധൂകരിച്ച് കൊടുക്കണം. അതാണ് അയാളുടെ ജോലി. ഇന്ന് നമ്മൾ നേരെ തിരിച്ചാ വിചാരിച്ചത്. വ്യാകരണം കൊണ്ട് കവിയുടെ പ്രയോഗമെല്ലാം തെറ്റ് തെറ്റ് തെറ്റെന്ന് പറയണം എന്നാണ് ധരിച്ചു വെച്ചേക്കുന്നത്. ഒരിക്കലും വ്യാകരണ ശാസ്ത്രം അതിനല്ല. കവിയുടെ പ്രയോഗത്തെ ശരിപ്പെടുത്താനാണ്. അതിന് വേണമെങ്കിൽ ഒരു നിയമം കൂടി ഇനി എഴുതി ഉണ്ടാക്കിയുള്ളൂ. കാരണം സംസ്കൃതത്തെ സംബന്ധിച്ച്, വേദങ്ങളെ സംബന്ധിച്ച് ഇത് അഡ്വാൻസ് ആണ്. വളർന്ന് വരുന്തോറും മാറിക്കൊണ്ടേയിരിക്കും. അങ്ങനെ മാറേണ്ടതാണ് സംസ്കൃത ശാസ്ത്രം, വ്യാകരണ ശാസ്ത്രം എന്ന് അംഗീകരിച്ച ഭാഷയാണ് സംസ്കൃതം. കവികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം അംഗീകരിച്ചു കൊടുത്ത ഭാഷയാണ്. അല്ലയോ കവികളെ, നിങ്ങളുടെ ഇഷ്ടാനുസരണം നിങ്ങൾ വാക്കുകൾ പ്രയോഗിച്ചുകൊള്ളൂ. ആ വാക്കിനെ ശരിപ്പെടുത്താൻ ഞങ്ങൾ പുറകെ വന്ന് അതിന് നിയമം ഉണ്ടാക്കി അത് ശരിപ്പെടുത്താം. അതുകൊണ്ട് ഈ പ്രയോഗവും ശരിയാണ്, ആ പ്രയോഗവും ശരിയാണ് എന്ന് വ്യാകരണത്തിൽ പറയുന്നത് കൊണ്ടാണ്. കാരണം ഇതിനെ ശരിപ്പെടുത്തലാണ് ജോലി. പക്ഷേ അത് കവി ആയിരിക്കണം എന്നാണ്. കവി ഏക പ്രജാപതി. ആരാണ് കവി എന്ന് ചോദിച്ചാലോ, വെറുതെ രണ്ടുപേരെ എഴുതി വെച്ചാൽ കവി ആവില്ല എന്ന് ഉറപ്പാണ്. അതുകൊണ്ട് കവിക്ക് നിർവചനം പറയും ന അനർഷി കവി. ആരാണ് കവി എന്നല്ല പറയുക, ആര് കവി അല്ലാണ്ടാവും എന്ന് പറയാ. അനർഷിക്ക് കവിയാകാൻ പറ്റൂ. അനർഷിക്ക് കവിയാകാൻ പറ്റില്ല, ഋഷിക്ക് മാത്രമേ കവിയാകാൻ പറ്റൂ. ന അനർഷി കവി. രണ്ട് നിഷേധങ്ങളാണ്. നാന്നൊരു നിഷേധം, അനർഷി എന്ന് മറ്റൊരു നിഷേധം. ഋഷി അല്ലാത്ത ഒരാൾക്ക് കവിയാകാൻ പറ്റില്ല. അപ്പൊ എന്താണ്? കവി ഋഷിയാണ്, ഋഷി കവിയുമാണ്. അപ്പൊ നമ്മുടെ ഭാവം പിന്നെയും മാറി. ഓ, ഈ കവി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താടി മുടിയൊക്കെ വളർത്തി ദണ്ടുമൊക്കെ ധരിച്ച് കാട്ടിക്കൂടി നടക്കുന്ന ഋഷി. ഇതല്ല. ഋഷി എന്ന വാക്കിനർത്ഥം ഋഷിക്കില ദർശനാത്. ദർശനമുള്ളവനാണ് ഋഷി. ജീവിതത്തെക്കുറിച്ച്, പ്രപഞ്ചത്തെക്കുറിച്ച് അതിമനോഹരമായ ഒരു വീക്ഷണം, ഒരു ദർശനം ആർക്കാണോ ഉള്ളത് അയാൾ കവിയാണ്. അയാളെ കവിന്ന് അംഗീകരിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് ന അനർഷി കവി നിഷേധിച്ചത്. അങ്ങനെയുള്ള കവികളുടെ വാക്കുകളെ ശരിപ്പെടുത്തുക തന്നെ ചെയ്യണം. എല്ലാ കവികളുടെയും ആവാൻ പറ്റില്ല. ഋഷി കവികളുടെ വാക്കുകളെ ശരിപ്പെടുത്തണം. ഋഷി എന്ന് വെച്ചാൽ ചിന്താധനന്മാർ എന്ന് മാത്രമേ ഉള്ളൂ. ഈ വേഷവും ഭാഷയും ഒക്കെ മറന്നേക്കും. അതല്ല ഋഷി. ചിന്താധനന്മാരായ ഈ ഋഷിമാർ ഉപയോഗിച്ച വാക്കുകൾ, കവികൾ ഉപയോഗിച്ച പദങ്ങളെ പുറകെ വരുന്ന വൈയാകരണൻ സാധൂകരിച്ച് ശരിയാക്കി തന്നെ കൊടുക്കണം. അങ്ങനെ കവിപ്രയോഗങ്ങളെ സാധുവാക്കലാണ് വ്യാകരണ ശാസ്ത്രത്തിന്റെ ലക്ഷ്യം. തെറ്റാണെന്ന് പറയാനല്ല. ഒരു കവിയുടെ പ്രയോഗവും തെറ്റെന്ന് പറയരുത്. അത് ശരിപ്പെടുത്തി കൊടുക്കാനുള്ള നിയമമുണ്ട്. ഒരു പുതിയ വാക്കുണ്ടാക്കാൻ ഒരു വൈയാകരണന് പറ്റില്ല, ഒരു കവിക്ക് പറ്റും. കാരണം കവി സൃഷ്ടികർത്താവാണ്. വൈയാകരണന് കയ്യിൽ കിട്ടിയ വാക്കുകളെ റിപ്പയർ ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഒരു പുതിയ വാക്കുണ്ടാക്കൂ എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് പറ്റില്ല. അതെന്താ കവിക്കേ പറ്റൂ. ഇവിടെയാണ് വ്യാകരണത്തിന്റെ സ്ഥാനം എന്താണ് എന്ന് പറയുക. അപ്പൊ ഭാഷയിൽ പ്രമുഖമായൊരു സ്ഥാനം കിട്ടിയത് അതിനെ ചിട്ടപ്പെടുത്തി അടുക്കും ചിട്ടയുമാക്കി അടുക്കി വയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഭാഷയിൽ വ്യാകരണത്തിന്റെ സ്ഥാനം. ഇത് അംഗീകരിച്ചു കൊടുത്ത ഏക ഭാഷയും സംസ്കൃതമാണ്. അല്ലയോ കവികളെ, നിങ്ങളുടെ ഇഷ്ടാനുസരണം സ്വതന്ത്രമായി കവിയും എഴുതിക്കൊള്ളൂ എന്നൊരു അംഗീകാരം കൊടുത്ത ഭാഷ സംസ്കൃത ഭാഷയാണ്. അതുകൊണ്ട് ഈ വാക്ക് എന്ന് പറയുന്നത് വ്യാകരണത്തിൽ കൂടി ഉണ്ടാക്കിയെടുക്കുന്ന നന്മതിന്മകളെ തിരിച്ചറിയുന്നത് പോലെ, പുണ്യപാപങ്ങളെ തിരിച്ചറിയുന്നത് പോലെ, ശുദ്ധാശുദ്ധങ്ങളെ വേർതിരിച്ചറിയുന്നത് പോലെ, സുഖദുഃഖങ്ങളെ വേർതിരിച്ചറിയുന്നത് പോലെ ശബ്ദങ്ങളെ വേർതിരിച്ചറിയാനുള്ള ഒരു പരിചയം കിട്ടിയാൽ ജീവിതത്തിലുടനീളം നന്മതിന്മകളെ വേർതിരിച്ചറിയാൻ പറ്റും. വ്യാകരണം പഠിക്കുന്നതിൻ്റെ ഒരു ആത്യന്തികമായ പ്രയോജനം ജീവിതത്തെ നന്നാക്കിയെടുക്കലാണ്. ഭാഷയെ നന്നാക്കിയെടുത്തതുപോലെ, ഭാഷയിൽ നിന്നും ദുഷ്ടശബ്ദങ്ങളെ മാറ്റിയെടുത്തതുപോലെ
ജീവിതത്തിൽ നിന്നും തിന്മകളെയും പാപങ്ങളെയും മാറ്റിയിട്ട് നന്മയും പുണ്യവും തിരഞ്ഞെടുത്ത് ജീവിതത്തെ സാർത്ഥകമാക്കാൻ വ്യാകരണം സഹായിക്കണം. ഇപ്പൊ ഈ വ്യാകരണ ശാസ്ത്രം ജീവിത ഉപയോഗിയാണ്, ജീവിതഗന്ധിയാണ്. ഇതെല്ലാവർക്കും വേണ്ടതാണ് വ്യാകരണം. വ്യാകരണം പഠിക്കേണ്ടാത്തവരായിട്ട് ആരുമില്ല. കാരണം ഈ തിരിച്ചറിവ് വേണമല്ലോ. ഇത് ചീത്തയാണ്, ഇത് ഉപയോഗിക്കരുത്, ഇത് നന്മയാണ്, ഇത് ഉപയോഗിക്കണം എന്ന് ഒരു വീട്ടിൽ ഭക്ഷണ സാധനങ്ങൾ എടുക്കുമ്പോൾ മുതൽ ഏത് സമയവും ഈ വ്യാകരണ ശാസ്ത്രത്തിന് ഒരു പിൻബലമുണ്ട്. നന്മ തിന്മകളും പുണ്യപാപങ്ങളും അവിടെ ദുഷ്ടതയും ചീത്തയും നല്ലതും ഒക്കെ തിരിച്ചറിഞ്ഞ് തന്നെ ഉപയോഗിക്കണം. അങ്ങനെ ഉപയോഗിക്കാനുള്ള ഒരു സംസ്കാരം ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കുന്നത് ഈ ഭാഷയുടെ വ്യാകരണമാണ്. ഇത് നിത്യജീവിതത്തിൽ വ്യാകരണം ഉപയോഗയോഗ്യമാണ്. പരീക്ഷയ്ക്ക് എഴുതി വെച്ച് മാർക്ക് മേടിച്ച് കൊണ്ടുപോകാനുള്ളതല്ല വേദങ്ങളെ സംബന്ധിച്ച്, സംസ്കൃതത്തെ സംബന്ധിച്ച വ്യാകരണം. അത് നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗയോഗ്യമായിട്ട് ഇറങ്ങി വരികയാണ്. വാസ്തവത്തിൽ ഈ വ്യാകരണ സംഹിതകൾ കൊണ്ട് തിരഞ്ഞെടുത്ത നല്ല വാക്കുകളും പദങ്ങളും ഈ ലോകത്ത് ഇല്ലായിരുന്നെങ്കിൽ ഈ ലോകം മുഴുവൻ ഇരുട്ടിലായി പോകുമെന്നാണ് കവി പറയുക. ഇതമന്ധം തമകൃഷ്ണം ജായേത ഭുവനത്രയം യതി ശബ്ദാഹ്വയം ജ്യോതിരാസംസാരം നദീപ്യതേ. യതി ശബ്ദാഹ്വയം ജ്യോതിഹി ആസംസാരം നദീപ്യതേ. ശബ്ദമെന്ന പേരുള്ള ഈ ജ്യോതിസ് ആ സംസാരം, ഈ പ്രപഞ്ചം തീരുന്നതുവരെ ന ദീപ്യതേ, ദീപിക്കുന്നില്ലായിരുന്നെങ്കിൽ ഇതം, ഈ പ്രപഞ്ചം, അന്ധം തമ, അന്ധമായ ഇരുട്ട്, കൃഷ്ണം, പൂർണ്ണമായും ജായേത, ജനിച്ചേക്കും ഭുവനത്രയം. ഈ മൂന്ന് ലോകവും ഇരുട്ടായി തീരുമായിരുന്നു ശബ്ദമെന്നൊരു ജ്യോതിസില്ലായിരുന്നെങ്കിൽ. അപ്പൊ ഇവിടെ ശബ്ദം ഒരു പ്രകാശമാണ്. ശബ്ദം എന്ന പ്രകാശം ഇല്ലായിരുന്നെങ്കിൽ ഈ പ്രപഞ്ചം വേണ്ടി ഇരുട്ടായി പോകുമായിരുന്നു. ആർക്കും ഒന്നും തിരിച്ചറിയാൻ പറ്റത്തില്ല. ഈ തിരിച്ചറിവിന്റെ വിവേക വിജ്ഞാനമാണ് ഈ വാക്കുകൾ, ശബ്ദങ്ങൾ, ഭാഷ, വ്യാകരണം നമുക്ക് നൽകിയത്. ഒരു പദാർത്ഥം തിരിച്ചറിയണമെങ്കിൽ ആ പദാർത്ഥത്തിന്റെ വാക്ക് വേണം. ഇത് ബുക്കാണെന്ന് അറിയണമെങ്കിൽ ബുക്ക് എന്നൊരു വാക്കുണ്ടാവണം, ഇല്ലെങ്കിൽ എങ്ങനെ അറിയാൻ പറ്റും? അങ്ങനെ ലോകത്തുള്ള പദാർത്ഥങ്ങളെ മുഴുവൻ തിരിച്ചറിയാനാണ് വാസ്തവത്തിൽ ശബ്ദം അല്ലെങ്കിൽ വാക്കുകൾ. അപ്പൊ ഈ വാക്കില്ലായിരുന്നെങ്കിൽ പരസ്പരം ആർക്കും അറിയത്തില്ല, ആർക്കും സംസാരിക്കാൻ പറ്റില്ല. ഒരു പദാർത്ഥവും സൂര്യനെ കണ്ടാൽ സൂര്യനാണെന്ന് തിരിച്ചറിയില്ല. ഇത് അറിയിക്കുന്നത് ഈ ശബ്ദമാണ്. ഒന്നാണ് ശബ്ദം എന്ന ജ്യോതിസ് ഉണ്ടായിരുന്നില്ലെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ അഗാധമായി ഇരുട്ടിലകപ്പെട്ട, ഒന്നും തിരിച്ചറിയാൻ മേലാത്ത അജ്ഞാന അന്ധകാരത്തിൽ, തമസ് കൊണ്ട് നിറയുന്ന അന്ധകാരത്തിൽ മനുഷ്യൻ വ്യാപരിച്ചു പോകുമായിരുന്നു എന്ന് ആചാര്യ ദണ്ഡി അദ്ദേഹത്തിന്റെ കാവ്യശാസ്ത്രത്തിൽ ഈ ശബ്ദത്തിന്റെ മാഹാത്മ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഇനി അദ്ദേഹം പറയുന്നുണ്ട്, ശബ്ദം അനശ്വരമാണ്, ഒരിക്കലും നശിക്കില്ല. ആദിരാജ യശോബിംബം ആദർശം പ്രാപ്യ വാങ്മയം തേഷാം അസന്നിധാനേവി നസ്വയം പശ്യ നശ്യതി. ആദിരാജാക്കന്മാരുടെ യശോബിംബം ആദർശം പ്രാപ്യ വാങ്മയം, വാങ്മയമായ കണ്ണാടിയിലേക്ക് പ്രാപിച്ചിട്ട് തേഷാം അസന്നിധാനേവി, അവരിന്നില്ലെങ്കിൽ പോലും പശ്യ, നോക്കൂ, സ്വയം നശ്യതി, തന്നെത്താൻ നശിക്കില്ല. വാക്കുകൾ ഈ പ്രപഞ്ചത്തിൽ നശിക്കില്ല, വ്യക്തികൾ നശിക്കും. വേദം എഴുതിയ ഋഷിമാരും ഇന്നുണ്ടാവണമെന്നില്ല, പക്ഷെ ഈ വേദവാക്ക് ഇന്നും നിലനിൽക്കും. കാളിദാസനോ വാൽമീകിയോ ഭാസനോ ഇന്നുണ്ടാവില്ല. തേഷാം അസന്നിധാനേവി, അവരുടെ സാന്നിധ്യം ഇന്നില്ലെങ്കിലും പശ്യ, നോക്കൂ, സ്വയം നശ്യതി, അവർ നശിക്കുന്നില്ല. അവർ വാക്കിൽ കൂടി ഇന്ന് ജീവിക്കുകയാണ്. കാരണം ഈ കണ്ണാടി എന്ന വാങ്മയത്തിൽ കൂടി, ആദർശം എന്ന വാങ്മയമായ കണ്ണാടിയിൽ കൂടി അവരുടെ യശോബിംബം ഇന്നും നിലനിൽക്കുകയാണ്. കാളിദാസനെ നമ്മൾ കണ്ടിട്ടില്ല, വാൽമീകിയെ കണ്ടിട്ടില്ല, പക്ഷെ ഇവരുടെ യശസ് ഇന്നും ഇവരുടെ വാക്കിൽ കൂടി, രാമായണത്തിൽ കൂടി അല്ലെങ്കിൽ കാളിദാസന്റെ കൃതികളിൽ കൂടി അവരുടെ യശസ് ഇന്നും നിലനിൽക്കുന്നു. വാക്കുകൾ അനശ്വരമാണ്, നശിക്കില്ല. ശബ്ദങ്ങൾ നശിച്ചു പോവില്ല, വ്യക്തികൾ നശിച്ചു പോയേക്കാം. ഈ ശബ്ദത്തിന്റെ അനശ്വരത, ശബ്ദത്തിന്റെ ആവശ്യകത, വാക്കിന്റെ മഹാത്മ്യം എത്ര ഭംഗിയായിട്ട് എത്ര കവികൾ നമ്മെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്.
കാളിദാസന് രഘുവംശം ആരംഭിക്കുന്നത് തന്നെ വാഗർദ്ധാവിവ സംപൃക്തവും വാഗർദ്ധ പ്രതിപത്തേ ജഗത പിതരോ വന്ദേ പാർവതി പരമേശ്വരവും എന്ന് സ്തുതിച്ചുകൊണ്ടല്ലേ. വാഗർദ്ധങ്ങളെ പോലെ ചേർന്നിരിക്കുന്നവരാണ് പാർവതി പരമേശ്വരന്മാർ. വാക്കും അർത്ഥവും എവിടെയുണ്ടോ അത് ഒന്നിച്ചേർന്നിരിക്കാൻ പറ്റുമോ? വാക്കിന് അർത്ഥമുണ്ട്, അർത്ഥമുണ്ടെങ്കിൽ വാക്കുണ്ട്. വാക്കില്ലാതെ അർത്ഥം നിൽക്കാൻ പറ്റില്ല, അർത്ഥമില്ലാതെ വാക്ക് നിൽക്കാൻ പറ്റില്ല. വാഗർത്ഥങ്ങൾ ചേർന്നിരിക്കുകയാണ്. ആരെ പോലെ? പാർവതി പരമേശ്വരന്മാരെ പോലെ. പാർവതി പരമേശ്വരന്മാർക്കൊരു സങ്കല്പമുണ്ട്, അർത്ഥനാരീശ്വരന്മാരാണ്. പരമേശ്വരന്റെ ലംബമായ അർത്ഥം പാർവതിയാണ്, ബാക്കി പരമേശ്വരുമാണ്. ഇതൊരിക്കലും വേർതിരിക്കാനാവില്ല. ലംബമായ അർത്ഥമായതുകൊണ്ട് ഒരിക്കലും വേർതിരിക്കാനാവില്ല. അങ്ങനെ പരസ്പരം ഇഴുകിച്ചേർന്നിരിക്കുന്ന പാർവതി പരമേശ്വരന്മാർ വാഗർത്ഥങ്ങളെ പോലെയാണ്. കാരണം എവിടെ വാക്കുണ്ടോ അർത്ഥമുണ്ട്, എവിടെ ശിവനുണ്ടോ അവിടെ പാർവതിയുണ്ട്, മാറാൻ പറ്റില്ല. അപ്പൊ വാക്കും അർത്ഥവും പാർവതി പരമേശ്വരന്മാരെ പോലെ ഇണങ്ങിച്ചേർന്ന് ഈ പ്രപഞ്ചത്തിൽ നിൽക്കുന്നത് കൊണ്ടാണ് സുന്ദരമായ ഒരു ജീവിതചര്യ മനുഷ്യന് കെട്ടിപ്പടുക്കാൻ പറ്റുന്നത്. അർത്ഥമില്ലാത്ത വാക്കായിരുന്നെങ്കിൽ എന്താ ഫലം? ഇനിയും എന്താണ്, വാക്കില്ലാതെ അർത്ഥം നിലനിൽക്കാൻ പറ്റുമോ? അതുമില്ല. അങ്ങനെ വാഗർത്ഥങ്ങളുടെ മാഹാത്മ്യം തിരിച്ചറിഞ്ഞവരാണ് കവികളൊക്കെയും. അതുകൊണ്ട് ഒരിക്കലും ശബ്ദത്തെ ദുരുപയോഗം ചെയ്യരുത്. വേണ്ടതുപോലെ ശബ്ദത്തെ പ്രയോഗിക്കാൻ പറ്റണം. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ജീവിതത്തിൽ നല്ല ശബ്ദങ്ങൾ ഉപയോഗിച്ചു കൊണ്ടുള്ള ഒരു ആനന്ദ അനുഭൂതി ഉണ്ടാക്കിയെടുക്കാൻ പറ്റൂ, നമ്മൾക്കും കേൾക്കുന്നവർക്കും. അതേസമയത്ത് മലിനമായ ശബ്ദമോ ദുഷ്ടമായ ശബ്ദമോ ഉപയോഗിച്ചാൽ വാക്ക് ദേവതയാണ് നമ്മളെ സംബന്ധിച്ച്. ആ വാഗ്ദേവത കലഹവും അശാന്തിയും ജീവിതത്തിൽ ഉണ്ടാക്കും. ഒരാളുടെ വ്യക്തി ജീവിതത്തിൽ എത്ര ദുഷ്ടപദങ്ങൾ ഉപയോഗിച്ചോ അത്രയും അശാന്തിയും കലഹവും അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു മനുഷ്യ ജീവിതത്തെ കലഹപൂർണമാക്കി മാറ്റുന്നത് ദുഷ്ടശബ്ദങ്ങളാണ്. അപ്പൊ വ്യാകരണം പഠിച്ചേ പറ്റൂ. ആരും ഇന്നാരെന്നില്ല, എല്ലാ മനുഷ്യരും വ്യാകരണം പഠിക്കണം. വ്യാകരണം പഠിക്കുന്നത് വാക്കുകളെ നന്നാക്കി ഉപയോഗിച്ച് മലിനമാക്കാതെ ദുഷ്ടപ്പെടുത്താതെ വാക്കിനെ ദേവതയായിട്ട് കണ്ട് ആരാധിച്ച കൊണ്ടാണ്. അത് ഭാരതീയരുടെ ഏറ്റവും വലിയ മഹനീയമായ ഒരു മഹാത്മ്യമാണ്. വാക്കിനെ ദേവതയാക്കി മാറ്റി അതിനെ ആരാധിച്ചു, അതിന്റെ മഹത്വം മനസ്സിലാക്കി. അങ്ങനെ ജീവിതത്തിനും കലഹവും അശാന്തിയും ഒഴിവാക്കി മാറ്റിയെടുക്കണം. ഇതാണ് വ്യാകരണത്തിന്റെ പരമോന്നതമായ ലക്ഷ്യം. ഇനിയും ഈ വ്യാകരണ ശാസ്ത്രം നമ്മൾക്ക് പരിചയപ്പെടുത്തി തരാൻ കുറെ ഋഷിമാർ അന്നു മുതലേ ഉണ്ട്. എന്താണ് വ്യാകരണം എന്ന് പറഞ്ഞ് നമ്മെ ബോധ്യപ്പെടുത്താൻ. അവരെ ത്രിമൂർത്തികൾ എന്നാണ് വിളിക്കുന്നത്. 3 മൂർത്തികളാണ്. സംഗീത ശാസ്ത്രത്തിലെ ത്രിമൂർത്തികളെ പോലെ വ്യാകരണ ശാസ്ത്രത്തിൽ 3 മൂർത്തികളുണ്ട്. പാണിനി, കാത്യായനൻ, പതഞ്ജലി. 3 പേരാണ്. ആദ്യത്തെ ആളുടെ പേര് പാണിനി, രണ്ടാമത്തെ ഋഷിയുടെ പേര് കാത്യായനൻ, മൂന്നാമത്തെ ഋഷിയുടെ പേര് പതഞ്ജലി. പാണിനിയാണ് ആദ്യം വ്യാകരണങ്ങൾക്ക് സൂത്രങ്ങൾ എഴുതിയുണ്ടാക്കിയത്. സൂത്രമാണ്. അഷ്ടാധ്യായി എന്നാണ് അതിന്റെ പേര്. 8 അധ്യായങ്ങളായി 4000-ഓളം സൂത്രങ്ങൾ എഴുതിയിട്ടുണ്ട്. സൂത്രം എന്ന് പറഞ്ഞ അല്പാക്ഷരം, അസന്ദിഗ്ധം, സാരവത്, വിശ്വതോമുഖം, അസ്തോഭം, അനവദ്യം ച സൂത്രം സൂത്രവിദോ വിദു. അല്പാക്ഷരമായിരിക്കണം, കുറച്ചക്ഷരം ഉണ്ടാവും. അസന്ദിഗ്ധം, സംശയം ഉണ്ടാവരുത്. സാരവത്, സാരമുള്ളതായിരിക്കണം. വിശ്വതോമുഖം, ലോകം മുഴുവൻ വ്യാപരിച്ചതായിരിക്കണം. അസ്തോഭം, അനവദ്യം ച, അസ്തോഭം ഇളക്കി മാറ്റാനാവരുത്. സ്തോഭം ഇളക്കം എന്നാണ്. അസ്തോഭം ഇളക്കി മാറ്റാനാവാത്തത്. അനവദ്യം, എന്നും പുത്തനായിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെയുള്ള വാക്കുകളെ കൂടിച്ചേരലിനെ സൂത്രം എന്ന് സൂത്രം അറിയാവുന്നവർ അറിയുന്നു. സൂത്രവിദ, സൂത്രം വിദു. സൂത്രം അറിയാവുന്നവർ ഇതിനെ സൂത്രം എന്ന് വിളിക്കുന്നു. അതുകൊണ്ട് വ്യാകരണ ശാസ്ത്രത്തിൽ സൂത്രങ്ങളേ ഉള്ളൂ. എന്നുവെച്ചാൽ ഒരു പാരഗ്രാഫിൽ പറയേണ്ട കാര്യം മുഴുവൻ 3 അക്ഷരമുള്ള ഒരു ചെറിയ വാക്കിൽ പറഞ്ഞു കഴിയും. അതാണ് അല്പാക്ഷരമാണ്. ഇനി അങ്ങനെ അത് ചെറുതാക്കിയത് കൊണ്ട്, അതിനെ പരമാണു ആക്കിയത് കൊണ്ട് സന്ദേഹം ഉണ്ടാകുമോ? ഇല്ല. അസന്ദിഗ്ധം, ഒരു സംശയമില്ല.
ഇനിയും അക്ഷരങ്ങൾ കുറഞ്ഞു പോയാൽ അതിന്റെ സാരം നഷ്ടപ്പെടുമോ? ഇല്ല, സാരാംശം മുഴുവൻ അതിൻ്റെ അകത്തുണ്ടാകും. ആ ചെറിയ സൂത്രങ്ങൾക്ക് ലോകവ്യാപകത്വം എന്ന ബഹുമുഖത്വം ഉണ്ട് തന്നെ. ഇനി ഈ സൂത്രം ഈ പിന്നീട് വരുന്ന ലക്ഷോപലക്ഷം വർഷം കഴിഞ്ഞ് വരുന്ന ഒരു ഋഷിമാർക്ക് പോലും ഇളക്കി മാറ്റാനാവില്ല. കാരണം ആ ഇളക്കി മാറ്റാൻ ആവശ്യമില്ല. അതിൽ നിന്ന് ഒരക്ഷരം പോലും മാറ്റാൻ ആർക്കും പറ്റില്ല. അസ്തോഭമാണ്. എന്നും ഈ സൂത്രം പുത്തനായി അനുഭവിച്ചുകൊണ്ടേയിരിക്കും. ഓരോ വർഷവും പഠിക്കുമ്പോൾ പുത്തൻ പുത്തൻ പുത്തനാണ്. ഒരു മാറ്റവും ഇല്ല, പഴയത് തന്നെയാണ്. ഇങ്ങനെയുള്ള രചനയുടെ സൗഷ്ഠവത്തെയാണ് സൂത്രം എന്ന് വിളിച്ചത്. അതുകൊണ്ടാണ് ഛന്ദോവത് സൂത്രാണി ഭവന്തി. ഈ സൂത്രങ്ങൾ വേദത്തെ പോലെ കണ്ടുള്ളൂ. അക്ഷരസമാമുനായം എന്നാണ്. വേദമാണ് അക്ഷരങ്ങൾ. ഛന്ദസ് എന്ന് വെച്ചാൽ ഇവിടെ വേദം എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത്. സൂത്രങ്ങൾ വേദങ്ങളെ പോലെയാണ്. അതുകൊണ്ട് ഈ സൂത്രങ്ങൾ ഈ സൂത്ര രൂപത്തിലാണ് പതഞ്ജലി 4000-ഓളം വ്യാകരണ നിയമങ്ങൾ എഴുതി ഉണ്ടാക്കി വെച്ചത്. ഇത് നിയമങ്ങളാണ്. ഇങ്ങനെ പാണിനി എഴുതിയ നിയമങ്ങൾ കുറെ കാലം കഴിയുമ്പോൾ കാലഹരണപ്പെട്ടേക്കാം. ഭാഷ വളരുന്നതനുസരിച്ച് ആ നിയമങ്ങൾ പലതും, കാരണം പിന്നീട് വന്ന 100,000 കവികൾ അവരുടെ ഇഷ്ടാനുസരണം പല പദങ്ങൾ മാറ്റി പ്രയോഗിച്ചപ്പോൾ പാണിനിയുടെ നിയമങ്ങൾ അസാധുവായിട്ട് മാറും. അങ്ങനെ വന്നാൽ അടുത്ത ആള് പറയുന്നതാണ് പ്രമാണം. അതുകൊണ്ട് കാത്യായനൻ എന്ന ഒരു ഋഷി ഈ സൂത്രങ്ങൾ മാറ്റിയില്ല. സൂത്രങ്ങൾക്ക് വ്യാഖ്യാനം എഴുതിയപ്പോൾ സൂത്രത്തിൽ വിട്ടുപോയ കാര്യങ്ങൾ കൂട്ടിച്ചേർത്തു. അതിന്റെ പേരാണ് വാർത്തികം എന്ന്. ഉക്ത അനുക്ത ദുരുക്താനാം ചിന്ത എത്ര പ്രവർത്തതേ തം ഗ്രന്ഥം വാർത്തികം പ്രാഹുർ വാർത്തികജ്ഞാ മനീഷിണ. ഉക്ത അനുക്ത ദുരുക്താനാം ചിന്ത. ഉക്തം പറയപ്പെട്ടത്, അനുക്തം പറയാത്തത്, ദുരുക്തം ദുഷ്ടമായി പറഞ്ഞത് എന്നർത്ഥം. അങ്ങനെയുള്ള ചിന്ത എവിടെയാണോ പ്രവർത്തിക്കുന്നത് ആ ഗ്രന്ഥത്തെ വാർത്തികം എന്ന് വിളിക്കുന്നു. വാർത്തികം അറിയുന്ന മനീഷികൾ. അത് പാണിനിയുടെ സൂത്രത്തിൽ പറഞ്ഞ കാര്യങ്ങളെ ഒന്നുകൂടെ വിശദമാക്കാം. പാണിനി പറയാൻ വിട്ടുപോയ കാര്യങ്ങളെ അനുക്തമായി ഇതിനെ പറയാം. പാണിനി പറഞ്ഞപ്പോൾ ദോഷം സംഭവിച്ചു പോയത്, പൂർണ്ണമാകാതെ പോയത്, ദുരുക്തമായ വാക്കുകൾ വീണ്ടും എടുത്ത് പൂർത്തീകരിക്കാം. അങ്ങനെ സൂത്രങ്ങൾക്ക് ആദ്യം എഴുതിയുണ്ടായ ഒരു വ്യാഖ്യാനമാണ് വാസ്തവത്തിൽ വാർത്തികം. സൂത്രത്തിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് സൂത്രത്തെ ഒന്നുകൂടി ലളിതമാക്കി മനോഹരമാക്കി നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചു വാർത്തികകാരൻ ആയ ഋഷി അല്ലെങ്കിൽ കാത്യായനൻ. അതുകൊണ്ടും ആയില്ല, പിന്നീട് വന്ന പതഞ്ജലി മഹാഭാഷ്യം എഴുതിയുണ്ടാക്കി. ഈ 4000 സൂത്രങ്ങൾക്കും വാർത്തികങ്ങൾക്കും കൂടി ഒന്നിച്ചു ചേർത്ത് മഹാഭാഷ്യം എഴുതിയുണ്ടാക്കി. യോഗദർശനം കണ്ടെത്തിയ പതഞ്ജലി തന്നെ. അദ്ദേഹത്തിന്റെ ഏറ്റവും ബൃഹത്തായ ഒരു കൃതിയാണ് മഹാഭാഷ്യം. 81 ആന്നികങ്ങൾ അധ്യായത്തിൽ 9 പുസ്തകങ്ങളാണ്. ഈ 4000 സൂത്രങ്ങൾക്ക് വ്യാഖ്യാനം എഴുതുകയാണ്. അപ്പം എന്താണ് ഭാഷ്യം എന്ന് ചോദിച്ചാൽ, മഹാഭാഷ്യത്തിന്റെ ലക്ഷണം എന്ന് ചോദിച്ചാൽ സൂത്രാർത്ഥോ വർണ്ണിതേയത്ര വാക്യേ സൂത്രാനുസാരുഭി സ്വപദാനിച വർണ്ണ്യന്തേ ഭാഷ്യം ഭാഷ്യവിദോ വിദു. സൂത്രാർത്ഥം എവിടെയാണോ വർണ്ണിക്കുന്നത് സൂത്രത്തിന്റെ അർത്ഥം വിസ്തരിച്ച് പറയണം. വാക്യേഹി വാക്യങ്ങളെ കൊണ്ട് പറയണം. സൂത്ര അനുസാരിഭി സൂത്രത്തെ പിന്തുടരുന്ന വാക്കുകളെ പറയാവൂ. സൂത്രത്തിനെതിരായിട്ട് പറയാൻ പാടില്ല. സൂത്രത്തെ പിന്തുടരുന്ന വാക്യങ്ങൾ കൊണ്ട് പറയാം. സ്വപദാനിജ പോരാത്തതിന് സ്വന്തം കയ്യിൽ നിന്നും പദങ്ങൾ കൂട്ടിച്ചേർക്കാം. ഇങ്ങനെ എവിടെയാണോ ഏത് വ്യാഖ്യാനമാണോ വർണ്ണിക്കുന്നത് അതിന് പേര് ഭാഷ്യം എന്നാണ്. അപ്പൊ സൂത്രങ്ങളുണ്ട്, വാർത്തികങ്ങളുണ്ട്, ഭാഷ്യങ്ങളുണ്ട്. സൂത്രത്തിന്റെ വ്യാഖ്യാനമാണ് വാർത്തികം. സൂത്രത്തിന്റെയും വാർത്തികത്തിന്റെയും കൂടി വ്യാഖ്യാനമാണ് ഭാഷ്യം. അപ്പൊ ഭാഷ്യം കൂടെ പഠിച്ചെങ്കിൽ മാത്രമാണ് വ്യാകരണ ശാസ്ത്രം ശരിക്കും പഠിക്കാൻ പറ്റുക. ഇനിയും എന്താണ്, പിന്നീട് വന്ന അനന്തരം വൈയാകരണന്മാർ, ഭർത്തഹരി ഏറ്റവും വലിയ വ്യാകരണ പണ്ഡിതനാണ്. അദ്ദേഹം തന്റെ വാക്യപദീയത്തിൽ കൂടി വ്യാകരണ ശാസ്ത്രത്തിന്റെ വാക്യപദങ്ങളെ കുറിച്ച് വിസ്തരിച്ച് നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി കഴിഞ്ഞു. സ്ഫോടമാണ്, ധ്വനിയാണ് അർത്ഥം തരുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം തന്റെ സിദ്ധാന്തം സ്ഥാപിക്കുകയും ചെയ്തു. പിന്നീട് വന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി വരെ പ്രക്രിയ ഫറൂഫ് എന്നൊരു കാവ്യം എഴുതി വ്യാകരണ ശാസ്ത്രത്തെ, ആയിരക്കണക്കിന് ഗ്രന്ഥങ്ങൾ വ്യാകരണ ശാസ്ത്രത്തിലുണ്ട്. 1, 2, 3 ഒന്നുമല്ല. ഏറ്റവും വലിയ
ഇന്ന് ബൃഹത്തായ മുഖ്യമായ ഒരു ശാസ്ത്രമാണ്. ഈ ശാസ്ത്രം പിൽക്കാലത്ത് പഠിക്കാതെ പോയി. കാരണം വ്യാകരണം എന്ന് കേൾക്കുമ്പോൾ ഭയമാണെന്നുള്ളത് മാറ്റിവെച്ചു. തന്നെയല്ല, ബുദ്ധിയുടെ ചിന്തയുടെ സൂക്ഷ്മതരമായ വഴിയിൽ കൂടി കുറെ സഞ്ചരിച്ചു പോയെങ്കിൽ മാത്രമേ ഈ സൂത്രങ്ങളിലെയും വാർത്തികത്തിന്റെയും ഭാഷ്യത്തിന്റെയും അർത്ഥത്തിലേക്ക് എത്താൻ പറ്റും. ഈ സൂത്രങ്ങൾ വാക്കുകൾ എങ്ങനെ നന്നാക്കി ഉപയോഗിക്കണം, വാക്കുകളുടെ സന്ധിയെ, വാക്കുകളുടെ സമാസം, അവയുടെ അർത്ഥയോജന എന്നിങ്ങനെ കുറെ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, പ്രത്യയങ്ങൾ ഏതൊക്കെയാണ്, ഏതൊക്കെ പ്രത്യയങ്ങൾ എവിടെയൊക്കെ ചേർത്തിട്ടാണ് അർത്ഥം ഉണ്ടാക്കേണ്ടത് എന്നിങ്ങനെ പലതരത്തിൽ വലിയ ബൃഹത്തായൊരു വ്യാകരണ ശാസ്ത്ര സാമ്രാജ്യം നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചാണ് വ്യാകരണ ശാസ്ത്രം. അതിൻ്റെ ഏക ലക്ഷ്യം നല്ല ശബ്ദങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കാനാണ്. അങ്ങനെയാണ് ഈ ലോകത്തിലൊരു കലഹവും ഉണ്ടാവില്ല. സകല കലഹത്തിൻ്റെയും കാരണം ദുഷ്ടമായ വാക്കുച്ചരിക്കുന്നതാണ്. ഒരാളുടെ വാക്ക് പിടിച്ചിട്ടാണ് സമസ്ത കലഹവും യുദ്ധം വരെ ഉണ്ടാകുന്നത്. അങ്ങനെയാണ്. അപ്പൊ മനുഷ്യ ജീവിതത്തെ കലഹത്തിൽ നിന്ന് മാറ്റിയെടുത്ത് സമ്പന്നമാക്കി മാറ്റാൻ വ്യാകരണ ശാസ്ത്രത്തിനെ കഴിയൂ. അതുകൊണ്ട് എല്ലാവരും വ്യാകരണ ശാസ്ത്രം പഠിക്കണം. നല്ല ശബ്ദങ്ങൾ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കണം. അത് കേൾക്കാൻ നല്ല സുഖമാണ്, പറയാനും നല്ല സുഖമാണ്. ഈ സുഖാനുഭൂതിയാണ് വ്യാകരണം കൊണ്ട് കിട്ടേണ്ടത്. അതുകൊണ്ട് വേദങ്ങളിൽ പ്രയോഗിച്ചിരിക്കുന്ന ഈ വ്യാകരണം എന്ന മുഖ്യമായ ഈ ശാസ്ത്രം ഒരു ശാസ്ത്രമായി. വേദാംഗങ്ങൾ മുഖ്യമാണ്, ശാസ്ത്രമാണ്. ഈ വ്യാകരണ ശാസ്ത്രം നമുക്കെല്ലാം അറിയാനും പഠിക്കാനും നമുക്ക് കഴിയണം. അതിന് കഴിയട്ടെ. ഒരുപക്ഷെ വ്യാകരണത്തെക്കുറിച്ച് ഞാൻ ഈ 1 മണിക്കൂർ പറഞ്ഞത് ഒന്നും ആയിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു സാമാന്യമായ രീതി, എന്താണ് വ്യാകരണം എന്ന് മാത്രം ഒന്ന് സൂചിപ്പിക്കാനേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അത്രയെങ്കിലും ആകട്ടെ. ഒന്നുമില്ലാത്തിടത്ത് ഒരു ചെറിയ വെളിച്ചമെങ്കിലും കിട്ടിയാൽ ആ വെളിച്ചത്തിലെ പിടിച്ച് കയറി മുമ്പോട്ട് പോയി സംസ്കൃത ഭാഷയുടെ വ്യാകരണത്തെ അറിഞ്ഞിട്ട്, വ്യാകരണം എന്ന് പറയുന്നത് ഭാഷ പഠിക്കാനുള്ള ഉപായമായി കാണരുത്. അത് വേറെ പഠിക്കേണ്ടതാണ്. ഭാഷ പഠിച്ചതിന് ശേഷം ഒരു ശാസ്ത്രമായി പഠിക്കേണ്ടതാണ്. അങ്ങനെ വ്യാകരണം ശാസ്ത്രീയമായി പഠിച്ച് അത് ജീവിതത്തിൽ ഉപയോഗിച്ച് ജീവിതത്തെ അനുബന്ധമാക്കി കൊണ്ടുപോകുന്നതാണ് വ്യാകരണം. അല്ല വേറെ അല്ല. അതിനെ പൂർത്തീകരിച്ചുകൊണ്ട് നന്മകൾ വളർത്തി പാപചിന്തകൾ കളഞ്ഞ് പുണ്യങ്ങൾ ഉണ്ടാക്കിയെടുത്ത് നല്ല ഭാഷ സംസാരിച്ച് കലഹായമാനമായ അന്തരീക്ഷത്തെ മാറ്റി ശാന്തിയും സമാധാനവും ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഏറ്റവും ഉപകരിക്കുന്നതാണ് വ്യാകരണ ശാസ്ത്രം എന്ന തിരിച്ചറിവുണ്ടായി വ്യാകരണത്തുള്ള അവജ്ഞ മാറ്റി അത് പഠിക്കാൻ സാധിക്കണം. അത് പൂർണ്ണമല്ല, അത് വളർന്നു വന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് അത് പഠിച്ചുകൊണ്ടേയിരിക്കുക എന്നുള്ളത് ഈ ഭാഷയോട് കാണിക്കുന്ന ഒരു ആധമർണ്യമാണ്. അതിനുള്ള ഒരു ശക്തി ജഗദീശ്വരൻ എല്ലാവർക്കും കൊടുക്കട്ടെ. എല്ലാവർക്കും ഭാഷയും വ്യാകരണവും പഠിക്കാനുള്ള ഒരു ശക്തിയും ബലവും ഈശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇത്രയും സമയം ക്ഷമയോടെ എൻ്റെ ഈ ചെറിയ വാക്കുകൾ കേട്ട എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീതമായ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വ്യാകരണത്തിൻ്റെ കുറിച്ചുള്ള വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. നന്ദി, നമസ്കാരം. ഓം പൂർണ്ണമദഃ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. വളരെ സന്തോഷം സർ. പങ്കെടുത്ത എല്ലാവരും ആ ഗ്രൂപ്പിലിട്ടിരിക്കുന്ന ഗൂഗിൾ ഫോം വഴി അറ്റൻഡൻസ് രേഖപ്പെടുത്തുക. അതോടൊപ്പം നിങ്ങളുടെ സംശയങ്ങളും പ്രതികരണങ്ങളും എല്ലാം ആ ഗൂഗിൾ ഫോം വഴി നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാവുന്നതാണ്. വീണ്ടും നാളെ വൈകിട്ട് 8:30 കാണാം. ശുഭരാത്രി.